അങ്ങനെ കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരം, കൊച്ചി, ഒപ്പം കോഴിക്കോട്, എന്താണ് ഈ മൂന്നിടങ്ങളിലും കേരളത്തിന്റെ 3 കേന്ദ്രങ്ങളിലേക്കുമാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നമ്മൾ പോകുമ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നിരവധി വാർത്തകൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിഷേധം ഏത് രീതിയിൽ പോകും, നികുതി വർധനവിനെതിരെയുള്ള പ്രതിഷേധം ഏത് രീതിയിൽ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോകും, തിരുവനന്തപുരത്ത് ഏതൊക്കെ കേന്ദ്രങ്ങളിലാകും ആ പ്രതിഷേധം വലിയ രീതിയിൽ ബാധിക്കുക, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിലെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? ഗുഡ് മോർണിംഗ് സജിത് ആൻഡ് അശ്വതി. വളരെ നല്ലൊരു പ്രഭാതം നേരുന്നു. ഇന്നും സമരങ്ങൾക്കോ അല്ലെങ്കിൽ സമര കോലാഹലങ്ങൾക്കോ ഒന്നും കുറവുണ്ടാകത്തില്ല തലസ്ഥാന നഗരിയിൽ എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ സഭയ്ക്കകത്ത് പ്രതിപക്ഷം തുടങ്ങി വെച്ചിരിക്കുന്ന പ്രതിഷേധം അത് സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് UDF ഉള്ളത്. നമുക്കറിയാം 13-ാം തീയതിയാണ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് രാപകൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരു ദിവസം നീളുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. KPCCയുടെ നേതൃത്വത്തിലായിരിക്കും തലസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കിടക്കുക. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് UDF നേതാക്കൾ എല്ലാവരും ഉള്ളത്. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സിൽവർ ലൈനിന് ശേഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായി അവർക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഒരു ആയുധമാണ് നിലവിലുണ്ടായിരിക്കുന്ന ഈ ഇന്ധന നികുതി അടക്കം വർദ്ധിപ്പിക്കുന്ന സർക്കാർ നടപടി. അതുകൊണ്ട് തന്നെ അതിനെ എത്രത്തോളം പരമാവധി ആയുധമായി ഉപയോഗിക്കാമോ അത്തരത്തിൽ അതിനെ ഉപയോഗിക്കണം എന്നൊരു പൊതുവികാരം പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാപകൽ സമരം തുടങ്ങിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ബജറ്റിന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ 28-ാം തീയതി ആയിരുന്നു UDF ഒരു ധവളപത്രം പുറത്തിറക്കിയത്. CP ജോണിന്റെ നേതൃത്വത്തിലുള്ളവർ ചേർന്നാണ് ആ ഒരു ഫിനാൻസ് സബ് കമ്മിറ്റി അത്തരത്തിലൊരു ധവളപത്രത്തിന് രൂപം നൽകിയത്. ആ ധവളപത്രത്തിലെ വിവരങ്ങൾ, അതായത് കട്ടപ്പുറത്തെ കേരളം എന്ന ആ ധവളപത്രം അത് സംസ്ഥാന വ്യാപകമായി മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിന്റെ സ്ഥിതി അത് എത്രത്തോളം പരിതാപകരമാണ് എന്ന കാര്യം പൊതുവിൽ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളും അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളും UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ BJPയും ഈ ഇന്ധന നികുതി വർധനവിനെതിരെ, അതായത് അവർക്കെതിരെ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇത്തരത്തിൽ സമരം തുടർന്നുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരിന് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജനങ്ങളെ മറന്നുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് BJPയും സമാനമായ രീതിയിൽ പ്രതിഷേധം വ്യാപിപ്പിക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് സാഹചര്യം. ഡാൻ, ഒരു കാര്യം കൂടി, ഈ CPMന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അത് സ്വാഭാവികമായും CPMന്റെ സംഘടനാ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രതിപക്ഷ സമരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കണം എന്ന വിഷയത്തിൽ കൂടി അതിലേക്ക് കൂടി CPM പരിഗണിക്കില്ലേ? സ്വാഭാവികമായും ഇന്നത്തെ CPM സംസ്ഥാന നേതൃയോഗം ആ തരത്തിലും നിർണായകമാവാനല്ലേ ഡാൻ? തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് CPMന്റെ സംസ്ഥാന സമിതി യോഗം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും 2 പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ആലപ്പുഴ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും വിഭാഗീയത സംബന്ധിച്ചുള്ള അന്വേഷിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ട് ഇന്ന് CPM സംസ്ഥാന സമിതിയിൽ എത്തുകയാണ്. വളരെ ശ്രദ്ധ, കാരണം ആലപ്പുഴയിലെ വിഭാഗീയത അത് പരസ്യമായി വലിയ പ്രതികരണങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് CPM സംസ്ഥാന സമിതി യോഗത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ആ റിപ്പോർട്ടും. ഇത് രണ്ടും ഇന്ന് സംസ്ഥാന സമിതി യോഗം പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EP ജയരാജന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് P ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് EP ഒരുപക്ഷെ ഇന്ന് മറുപടി നൽകിയേക്കും സംസ്ഥാന സമിതി യോഗത്തിൽ എന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാ മാധ്യമങ്ങളും നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളെ. ഒപ്പം തന്നെ സജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്ഷേപങ്ങളെ ഏത് തരത്തിൽ നേരിടണം എന്ന കാര്യത്തിലടക്കം കൃത്യമായ ചർച്ചകൾ ഇന്ന് CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഡാൻ, തലസ്ഥാനത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഡാൻ, ഒന്ന് തുടരുക. ഇന്നലെ ഈ നിയമസഭയിൽ സഭ പിരിയുന്നതിന് മുമ്പായി ചർച്ചകൾ നടക്കുമ്പോൾ CAGയുടെ റിപ്പോർട്ട് വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നികുതി നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന CAG റിപ്പോർട്ടിന് മറ്റു ചില പ്രാധാന്യമുണ്ട്. കാരണം പിരിച്ചെടുക്കേണ്ട തുക പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന കൃത്യമായ പരാമർശമുണ്ട്.
ആ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്ന ഒന്നാണ് കോടതി ഇടപെടലാണ് ഇതിന് കാരണമാകുന്നത് എന്നൊരു വാർത്ത കൂടി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഒന്ന് പോവേണ്ടതുണ്ട്. നികുതി കുടിശ്ശികയിൽ കൂടുതലും കോടതി ഇടപെടൽ കാരണം പിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലെന്നാണ് ഇന്നലെ വന്ന CAG റിപ്പോർട്ട്. ആകെ കുടിശ്ശികയുടെ 32% കോടതി സ്റ്റേ കാരണം തടസ്സപ്പെട്ട നിലയിലാണ്. വിൽപ്പന നികുതി ഇനത്തിൽ 13,000 കോടിയിലധികവും വൈദ്യുതി നികുതിയിൽ 3,000 കോടിയോളം രൂപയും ഈ തരത്തിൽ കുടിശ്ശികയാണെന്ന് CAG റിപ്പോർട്ട് പറയുന്നു. ഈ റിപ്പോർട്ട് കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. സംസ്ഥാനത്ത് പിരിച്ചെടുക്കാനുള്ള ആകെ റവന്യൂ കുടിശ്ശിക 21,797 കോടി രൂപയാണ്. ഇതിൽ 5 വർഷത്തിലധികമായി നടപടിയൊന്നുമില്ലാത്ത കുടിശ്ശിക 7,100 കോടി രൂപയും 6,143 കോടി രൂപ കോടതിയുടെ സ്റ്റേ മൂലം പിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് ധനവകുപ്പിന്റെ തന്നെ വിൽപ്പന നികുതിയിലാണ്, 13,800 കോടി രൂപ. വൈദ്യുതി നികുതി തീരുവ ഇനത്തിൽ 2,929 കോടി രൂപയും മുദ്രപത്ര രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ 828 കോടി രൂപയും ഭൂനികുതി ഇനത്തിൽ 397 കോടി രൂപയും പിരിച്ചെടുക്കാനുണ്ട്. കുടിശ്ശിക പിരിവിലും കോടതി സ്റ്റേ ഒഴിവാക്കുന്നതിലും വകുപ്പുകളുടെ ഫലപ്രദമായ നടപടി വേണമെന്ന് CAG നിർദ്ദേശിച്ചു. കോടതിയിൽ കിടക്കുന്ന കേസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സോഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. വലിയ തുകയുള്ളിടത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ അതിനകത്തൊരു പ്രധാന കാര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പബ്ലിക് സെക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സോ ആണ് പലപ്പോഴും ഇതിനകത്ത് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. സംസ്ഥാന വരുമാനത്തിൽ പ്രധാന ഘടകമായിരുന്ന എക്സൈസ് നികുതി കുറഞ്ഞു വരികയാണെന്നും CAG റിപ്പോർട്ട്. 2019-21 കാലയളവിൽ വാർഷിക വരുമാനത്തിൽ 400 കോടിയോളം രൂപയുടെ കുറവാണ് എക്സൈസ് വരുമാനത്തിലുണ്ടായത്. കോവിഡ് കാല പ്രതിസന്ധി എക്സൈസ് വരുമാനത്തെ ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഒരു ഉടമ മറ്റൊരാളിലേക്ക് ബാർ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന നിയമം എക്സൈസ് വകുപ്പ് പാലിക്കുന്നില്ല എന്നും 2 ലൈസൻസ് കൈമാറിയതിൽ 26 ലക്ഷം രൂപ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ്. ഒരുപാട് പേർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു മടങ്ങി വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും അദ്ദേഹത്തിന്റെ പുതിയ ആരോഗ്യസ്ഥിതി ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഏറ്റവും പുതുതായി ഡോക്ടർമാർ പറയുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് നേരത്തേതിനെക്കാട്ടിലും. എങ്കിലും അദ്ദേഹത്തിന് എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള അല്ലെങ്കിൽ മാറ്റുന്നതടക്കമുള്ള ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി സമയം എടുക്കുമെന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഇന്നലെ വൈകിട്ടാണ് അശ്വതി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ലഭിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന ചികിത്സ വളരെ ഫലപ്രദമായി. അദ്ദേഹം മരുന്നുകളോട് വളരെ നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ന്യൂമോണിയ ബാധയ്ക്ക് വലിയ തരത്തിലുള്ള ശമനമുണ്ട്. ആ ഒരു പ്രതിസന്ധി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യനില സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗളൂരുവിലേക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ മാറ്റും എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അത് ഇന്നും ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമായ ഒരു സ്ഥിരീകരണം അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി തന്നെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കുടുംബാംഗങ്ങളുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അവരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടർ തോമസ് ഐപ്പ് നേതൃത്വം നൽകുന്ന ഒരു മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇനി നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുക. ഡാൻ, ഒരു കാര്യം കൂടി ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇന്നലെ തലസ്ഥാനത്തുണ്ടായ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഉള്ളൂരിലെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് സംബന്ധിച്ച വാർത്ത. പ്രാഥമിക നിഗമനം മോഷണ ശ്രമം എന്ന് തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പരിശോധന നടക്കുന്നു എന്നതാണ് നൽകിയ മറുപടി. പക്ഷേ BJP വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ അന്വേഷണം ഏത് തരത്തിൽ നടക്കുന്നു? ഇന്നലെ രാത്രി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമെന്ന് ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലേക്ക് അന്വേഷണം നീണ്ടിട്ടുണ്ടോ? ഈ വിഷയത്തിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്?
സജിത്ത്, തീർച്ചയായിട്ടും ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഉള്ളൂരിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ BJP ഉള്ളൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമിച്ച് കയറാനുള്ള ശ്രമം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അത് മോഷണ ശ്രമമാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതെങ്കിലും നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതായുള്ള സൂചനകൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഉള്ളൂരിലുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വീടിന്റെ സമീപത്ത് കൃത്യമായി CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തതാണ്. ആരാണ് അത്തരത്തിൽ ആ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ വേഗത്തിൽ ആ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ സാഹചര്യം അതാണ്. അതുകൊണ്ട് തന്നെ സമീപ സ്ഥലങ്ങളിലെ എല്ലാം CCTV ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകിയിരുന്നു. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള, അതായത് ആരാണ് അത്തരത്തിൽ അതിക്രമിച്ച് കയറിയത് അവരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം സമീപ പ്രദേശങ്ങളെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഡാൻ ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും വളരെ വേഗത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നല്ലൊരു ദിനം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു ഡാൻ. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് NITയിലെ സർക്കുലറാണ്. സ്നേഹപ്രകടനം ക്യാമ്പസിനുള്ളിൽ വേണ്ടെന്നാണ് പറയുന്നത്. വലിയ വിവാദമായതാണ്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നമുക്കറിയാം ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ കേരളം പൊതുസമൂഹം വളരെ രീതിയിൽ ഏറ്റെടുക്കുന്നതാണ്. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം. സ്വാഭാവികമായും ഇന്നും അതിന്റെ ഒരു തുടർച്ചലന സാധ്യതയുണ്ട്. കുട്ടികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഏറ്റവും പുതിയ അതിന്റെ വിവരങ്ങൾ എന്നറിയാൻ S വിനേഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. വലിയ വാർത്തയായിരുന്നു NITയിലെ ആ സർക്കുലർ. അത് വളരെ വിചിത്രമായിരുന്നു. സ്നേഹപ്രകടനം ക്യാമ്പസിനുള്ളിൽ വേണ്ട എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർക്ക് വലിയ ആശങ്കയുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്ന എന്താണ്? ഈ അധികാരികൾ, ക്യാമ്പസിലുള്ള അധികാരികൾ ഇതിനെന്തെങ്കിലും മറുപടി, കുട്ടികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുമ്പോൾ അവരുടെ മറുപടി നമുക്ക് ലഭ്യമാണോ? എന്തൊക്കെ വിശദീകരണങ്ങളാണ് അവർ നൽകുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ഏറ്റവും പുതിയ വാർത്തകൾ? സജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ NITയിൽ നടന്നിരിക്കുന്ന സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. അതായത് അവിടുത്തെ സ്റ്റുഡൻസ് ഡീനായ GK രജനികാന്താണ് ഇങ്ങനെ വിചിത്രമായ ഒരു സർക്കുലർ ഇറക്കിയത്. അതായത് സ്നേഹപ്രകടനങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഫലത്തിൽ ഇവിടെ പ്രണയം പാടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതൊരു സദാചാര പോലീസിംഗ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തെ സമീപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമരപരിപാടികൾ എങ്ങനെ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തതയില്ല. കാരണം ഈ കുട്ടികൾക്ക് ഇന്നലെ ഉണ്ടായിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ കുട്ടികൾക്ക് പ്രതികരിക്കാൻ പോലും ഭയമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ NIT പോലുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ പഠനത്തെ ഇത് ബാധിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വൈകുന്നേരമായപ്പോഴത്തേക്കും ഇതിൻ്റെ ചിത്രം മാറുന്നു. കുട്ടികൾ കൂടുതൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളും സമരപരിപാടികളും നടത്തുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇതിനകത്തുള്ള പരസ്പര അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രത്യാരോപണങ്ങളും ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ABVPയുടെ ഒരു സംഘത്തിൻ്റെ ക്യാമ്പ് ഇവിടെ നടന്നിരുന്നു. ആ സംഘം ഇവിടെ ക്യാമ്പസ് സന്ദർശിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ ഡീൻ എത്തിച്ചേർന്ന് എന്നുള്ളൊരു ആരോപണം SFI പോലുള്ള സംഘടനകളും ആരോപിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നീക്കവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഡീനിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരികളുടെയോ ഇത്തരം നീക്കങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് SFIയും KSU പോലുള്ള സംഘടനകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നു മുതൽ തന്നെ സമരപരിപാടികളുമായി പോകുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ ഞെട്ടലോടെ കൂടി തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ കാണുന്നത്. അതായത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾ കോളേജുകളിൽ പാടില്ല എന്നുള്ളത് വരുന്നത്. നമുക്കറിയാം ഫാറൂഖ് കോളേജിൽ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദമുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് വലിയ ചർച്ചയാവുകയും അന്ന് അത് കോളേജുകൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുകയും ഒരു കാരണവശാലും ഇങ്ങനൊരു നീക്കത്തിലേക്ക് പോകരുത് അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട്
മുസ്ലിം ലീഗ് ഉൾപ്പെടെ എടുത്തപ്പോൾ ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്ന അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ പക്ഷേ അവിടെയും ഫാറൂഖ് കോളേജ് പോലുള്ള ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾക്കോ അവരുടെ മറ്റുള്ള കുട്ടികളുമായി ഇടപഴകുന്നതിനോ യാതൊരു തരത്തിലുള്ള വിലക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള NIT പോലുള്ള അത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ ഏത് രീതിയിലും പ്രതിഷേധിക്കുക, ഇത് മറികടക്കുന്നത് ഉൾപ്പെടെയുള്ള രീതിയിലേക്കുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുക, അങ്ങനെ ഒരു നീക്കം തന്നെയായിരിക്കും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അശ്വതി, സജിത്ത്. എന്തായാലും NIT-യിലെ വിചിത്ര ഉത്തരവ് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവെക്കും. വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ സഹിത വിനേഷ് പറഞ്ഞൊരു കാര്യം പ്രധാനമാണ്. കാരണം സാധാരണ ഒരു കോളേജ് പോലെയല്ല, അവിടെ പ്രതിഷേധിച്ചാൽ അവരുടെ ഭാവി എന്താകും എന്നുള്ള വലിയ ആശങ്ക കുട്ടികൾക്കുണ്ട്. പ്ലേസ്മെന്റ് ഒക്കെ സ്വപ്നം കണ്ട് പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നലെ നമ്മൾ ഈ വിഷയം എടുത്തപ്പോൾ അശ്വതിയോട് തന്നെയാണ് കുട്ടികൾ കാര്യമായ രീതിയിൽ വിഷയത്തിൽ അത്തരത്തിലുള്ള പ്രതികരണം വലിയ ആശങ്ക അവർക്കുണ്ട്. അവർക്കിത് അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഇതുപോലെ തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യാനോ ഒക്കെ ഭയവുമാണ്. അങ്ങനത്തെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ കുട്ടികൾ എന്നുള്ളതാണ്. അതേസമയം നമ്മൾ പൊതുവേദിയിൽ ഇതെടുത്തപ്പോൾ രണ്ടഭിപ്രായം പറയുന്നുണ്ട് ജനങ്ങൾ. കുട്ടികൾക്ക് നിയന്ത്രണം വേണം കോളേജുകളിൽ എന്ന് പറയുന്ന ആളുകളും കുറവല്ല എന്നുള്ളതാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സംഭവത്തിന് ശേഷമാണെന്ന് കരുതാം, ഈ സംസ്ഥാനത്തിന്റെ പൊതുവിടങ്ങളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളൊക്കെ മുടക്കിക്കൊണ്ട് അവർ ഒന്നിച്ചിരിക്കുന്നു എന്നൊക്കെ തരത്തിൽ മാതാപിതാക്കൾ ഇതിൽ ശ്രദ്ധ പുലർത്തണം എന്ന തരത്തിൽ ഈ ഒരു അവസരത്തിൽ ആ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കേരള പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ വീക്ഷിക്കുന്നവരാണ്. അശ്വതി സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ പ്രതിഷേധിക്കാൻ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പൊതുസമൂഹം അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. അവർക്ക് കൃത്യമായ പ്രതിഷേധമുണ്ട്. കേരളത്തിൻ്റെ പൊതു കാഴ്ചപ്പാടുകൾക്ക് ചില വിരുദ്ധമാണ് ഇത്തരം നിയന്ത്രണങ്ങൾ എന്ന ഒരു വസ്തുത കൂടി നമുക്കുണ്ട്. എന്തായാലും വിനേഷ്, വളരെ നന്ദി. കോഴിക്കോടിൻ്റെ മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്, അത് നമ്മൾ പിന്നീട് എത്താം. ഇനി നമുക്ക് പോവേണ്ടത് കൊച്ചിയിലേക്കാണ് അല്ലേ? കൊച്ചിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ആ വ്യാജ ജനന സർട്ടിഫിക്കറ്റ്, അത് എന്താണ് സംഭവിച്ചത് എന്ന് അവസാനം വരെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇപ്പോൾ അതിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു, ആരൊക്കെയാണ് പ്രതികളായി ഇനിയും ഈ ഇതിലേക്ക് ഉൾപ്പെടുന്നത്, ഈ കേസിലേക്ക് ഉൾപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനമായിരുന്നു വാർത്താ കേന്ദ്രം. ഇന്ന് തലസ്ഥാനത്തിനൊപ്പമോ അതിന് മുകളിലോ കൊച്ചിയിലേക്ക് വാർത്തകളുടെ ശ്രദ്ധ വരുന്ന ഒരു ദിവസമാണ്. കാരണം ഈ ഉണ്ണി മുകുന്ദന് കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, ഒപ്പം തന്നെ ഈ കളമശ്ശേരിയിലെ ജനന സർട്ടിഫിക്കറ്റ് വിവാദം, ഈ വിഷയങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കൊച്ചിയുടെ വാർത്താ ദിനം എങ്ങനെയായിരിക്കും? ഈ വിഷയങ്ങളിൽ എന്തൊരു തരം ഫോളോ അപ്പുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സജിത്ത്, അശ്വത്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറയുന്ന വാർത്തകൾ ഒരു ദിവസവും അതിൻ്റെ ഗ്രാവിറ്റി കൂടി വരുന്നു എന്നതാണ്. അതിൽ ആദ്യം സൂചിപ്പിച്ച് ജനന സർട്ടിഫിക്കറ്റ്, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും പോലീസിന് അതിൻ്റെ ഒരു കൃത്യതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസിന് നേരെ ആക്ഷേപങ്ങൾ തിരിയുന്നു എന്നത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. പല കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പല പ്രമാദമായ കേസുകളും കേരള പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെട്ട് വളരെ സമയനിഷ്ഠിതമായിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള ഇതിൽ പരാതിക്കാർ, പ്രതികളാക്കപ്പെട്ടവർ, ഇവരെല്ലാം തികച്ചും ഓഫീസ് ജീവനക്കാർ, സാധാരണക്കാരൊക്കെ ഇവരിലേക്ക് അന്വേഷണം എത്താൻ കാര്യമായ അവരിലേക്ക് ഇടപെട്ടുകൊണ്ട് അന്വേഷിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അതോടൊപ്പം ഈ CCTV ദൃശ്യങ്ങൾ, ആശുപത്രി കേന്ദ്രീകരിച്ച വൃത്തങ്ങൾ ഓരോ ദിവസവും ഓരോ ഫുട്ടേജ് കണക്കെ പലരിലേക്കും, മാധ്യമപ്രവർത്തകരിലേക്കും മറ്റുള്ളവരിലേക്കും എല്ലാം എത്തിക്കുമ്പോൾ എന്തുകൊണ്ട് അത്തരം ഹാർഡ് ഡിസ്ക് അടക്കം പിടിച്ചെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല? പോലീസ് അത് പിടിച്ചെടുത്ത് സമഗ്രമായ ഒരു അന്വേഷണം പോലീസാണ് നടത്തേണ്ടത്. ഈ കാര്യങ്ങളിൽ എന്ത് നടന്നു, എന്തൊക്കെയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്, വളരെ കുറച്ച് പഴയ ദൃശ്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഇനിയും അതിൽ ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ സംശയം നിൽക്കുന്നു. ഇതെല്ലാം തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് അത്തരം അന്വേഷണങ്ങൾ നടത്തേണ്ടതിന് പകരം ഈ ദൃശ്യങ്ങൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ ഓരോ സമയത്തും ആ ഫുട്ടേജുകൾ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് അവർക്ക് അനുകൂലമായൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് മറ്റൊരു ആക്ഷേപം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും
മാർച്ച് നടത്തുകയാണ്, അവരൊരു ഉപരോധമുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയപരമായ ഒരിടമായി മാറ്റിയെടുക്കാൻ കോൺഗ്രസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. പോലീസിൻ്റെ കൃത്യമായൊരു ഇടപെടലും അന്വേഷണവും എല്ലാം ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യമുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ യഥാർത്ഥ മാതാപിതാക്കളെ കണക്ട് ചെയ്യാനായിട്ട് പോലീസിന് വേണ്ട വിധം കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ ഒളിവിൽ പോയിരിക്കുന്ന ഈ കുട്ടിയുടെ രണ്ടാമത് ദത്തെടുത്ത അവരിലേക്കും പോലീസിന് കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞില്ല. ഇവരെല്ലാം തന്നെ കോടതിയെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോഴെല്ലാം പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമാകുന്നു. അത് ഓരോ ദിവസവും ശക്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നീട് സൈദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉണ്ണി മുകുന്ദന് എതിരായി വന്നിരിക്കുന്ന കോടതിയുടെ പരാമർശങ്ങൾ, അത് പ്രധാനമായും അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂരിനെതിരായി വന്നിരിക്കുന്ന കാര്യങ്ങൾ, നിലവിൽ ഹൈക്കോടതി ചില സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉന്നയിച്ച ആ ഇടങ്ങളിൽ തന്നെയാണ് ഉണ്ണി മുകുന്ദന് ഈ കേസുമായി ബന്ധപ്പെട്ട തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ നേരത്തെ കീഴ്ക്കോടതിയിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന, അതായത് പരാതിക്കാരി അത് തൻ്റെ വാദം പിൻവലിക്കുന്നു എന്നടക്കമുള്ളൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ഇത് നൽകിയിട്ടില്ല എന്ന രീതിയിലേക്ക് പരാതിക്കാരി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത് അതീവ ഗൗരവതരം എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യാജരേഖ ചമയ്ക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഹൈക്കോടതിക്കടക്കം സംശയം വരുന്നു. അത് സൈബി കൂട്ടിച്ചേർത്തുള്ളൊരു സംശയത്തിൻ്റെ ഒരു പൊതുനിഴലിൽ തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങളും നിരീക്ഷിക്കുന്നത്. ഇനിയുള്ള കോടതി നടപടികൾ സൈബി കിടങ്ങൂരിനും അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദനും ഒരുപോലെ നിർണായകമാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് കീഴ്ക്കോടതിയിൽ നിലനിന്നിരുന്ന സ്റ്റേ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി അത് തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ രണ്ടുപേർക്കും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ ചർച്ചകളുടെ ഒരിടം തന്നെയായിരിക്കും ഈ കേസ് സംബന്ധിച്ച് മുന്നോട്ടുള്ള വഴി തുറക്കപ്പെടുക. ഡാനി, ഒരു കാര്യം കൂടി, നമ്മൾ ഈ സൈബി കിടങ്ങൂരിന്റെ കാര്യം പറഞ്ഞു വരികയായിരുന്നല്ലോ. അപ്പോൾ ഈ സൈബി കിടങ്ങൂർ ഉൾപ്പെട്ട മറ്റൊരു കേസ് കൂടി ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. കാരണം ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ ഉയർന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസും, അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ സൈബി രാജിവെച്ചിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടം ഏതു തരത്തിലാണ്? ഇന്ന് കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നമുക്ക് പ്രതീക്ഷിക്കാമോ? സജിത്ത, കേസ് അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. അതിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. നേരത്തെ ഇവർ എല്ലാവരുടെ ഭാഗത്തുനിന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ അതിൽ ജഡ്ജിമാരിൽ നിന്നടക്കം മൊഴിയെടുക്കുമോ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അത്തരം അനുമതികളും എല്ലാം തന്നെ ആവശ്യമുണ്ട്. പക്ഷേ നിലവിൽ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ അതോടൊപ്പം തന്നെ മൊഴികൾ ഇതെല്ലാം തന്നെയും സൈബി കിടങ്ങൂരിന് എതിരായ കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ സൈബിയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് ഇതെല്ലാം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, തനിക്കെതിരെ കോൺക്രീറ്റായ ഒരു എവിഡൻസ് ഹാജരാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള വാദമുഖങ്ങൾ സൈബി ഉന്നയിച്ചെങ്കിലും ഹൈക്കോടതി അത് മുഖവിലക്കെടുത്തില്ല. ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് അന്വേഷണത്തെ നേരിട്ടുകൂടാ, സൈബിക്ക് ഭയമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ഈ ഹൈക്കോടതി ജഡ്ജിമാരെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലേക്ക് സൈബിക്ക് എതിരായി വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളെല്ലാം വന്നതോടുകൂടിയാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തത്. ഇത് തെളിയിച്ച് തന്നെ പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിലിരിക്കുന്ന റിപ്പോർട്ടുകൾ, നേരത്തെ വിജിലൻസ് രജിസ്ട്രാർ അടക്കം അന്വേഷിച്ച റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ കമ്മീഷണർ അന്വേഷിച്ച മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ DGPക്ക് സമർപ്പിച്ച് കൈമാറിയ റിപ്പോർട്ടുകൾ, ഇതെല്ലാം തന്നെയും സൈബിക്ക് എതിരാണ് എന്നതാണ് പൊതുവിൽ അറിയാൻ കഴിയുന്നത്. ആ കേസ് വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഈ ഉണ്ണി മുകുന്ദൻ്റെ കേസ് കൂടി വരികയും ചെയ്തത്. പൊതുവിൽ ഇത് വലിയ തിരിച്ചടി സൈബിക്കുമുണ്ടാക്കും. അതോടൊപ്പം തന്നെ തൻ്റെ കക്ഷിയായ ഉണ്ണി മുകുന്ദനും ഈ കേസിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായി തന്നെ തുടരുകയും ചെയ്യും. സജിത്ത്, എന്തായാലും ഡാനി, കൊച്ചിയുടെ വാർത്താലോകം സജീവമാണ്. ഇന്നും കൊച്ചി സജീവമായി തന്നെ നിൽക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു ദിനം ഡാനിക്കും ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് ഒരുപാട് വാർത്തകൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് പ്രേക്ഷകർ നമുക്ക് യൂട്യൂബിൽ ഗുഡ് മോർണിംഗ് കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നവരുണ്ട് ഒരുപാട് പേര്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. നമുക്കിനി പത്രവിശേഷം അടക്കം എല്ലാത്തിലേക്കും വളരെ വിശദമായി പോകാം. ആദ്യം ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.
ഇത് നമ്മളിനി ഒരു നാടക വാർത്തയിലേക്കാണ് പോകുന്നത്. വെറുതെ ഒരു നാടകമല്ല, നാടകത്തിന് കുറേ പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ പിന്നിലേക്ക് നടന്നാണ് അഭിനയിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. മറ്റൊന്ന് പ്രകൃതി സംരക്ഷണമാണ് അതിന്റെ തീം. 2 കഥാപാത്രങ്ങളാണ് ആ നാടകത്തിലുണ്ടായിരുന്നത്. എന്തായാലും കുഴിയാന പറവകൾ എന്ന ആ നാടകത്തിന്റെ വിശേഷം നമുക്കൊന്ന് കണ്ടുവരാം. മറുതയും ചേലനും പുറകോട്ട് നടന്നു പറഞ്ഞത് നാം പുറകോട്ട് പോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആവാസ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളാണ് 45 മിനിറ്റ് ദൈർഘ്യമുള്ള കുഴിയാനപ്പറവകൾ എന്ന നാടകത്തിൽ പറഞ്ഞു വെക്കുന്നത്. ആദ്യമായാണ് കഥാപാത്രങ്ങൾ പുറകോട്ട് നടന്നുള്ള നാടകം അവതരിപ്പിക്കുന്നതെന്ന് സംവിധായകൻ രവി തൈക്കാർ. ആവാസ വ്യവസ്ഥ പ്രമേയമാക്കിയാണ് ഈ നാടകം രചിച്ചിട്ടുള്ളത്. സംവിധാനത്തിലും അത്തരം പല രീതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നാടകത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവും ഇതൊരു പുതുമയുള്ള, പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ഒരു നാടകം തന്നെയാണെന്ന്. അതിഥി പ്രേം സുന്ദർ, സുനിൽ തിരുനെല്ലായി എന്നിവരാണ് മറുത, ചേലൻ കഥാപാത്രങ്ങൾക്ക് വേഷമിട്ടത്. 2 വർഷത്തോളമായി ഈ നാടകത്തിന് പുറകെയായിരുന്നു അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ. നമ്മൾ പിന്നോട്ട് നടന്നിട്ടാണ് ഈ നാടകം അവതരിപ്പിച്ചത്. നമുക്കറിയാം, കുറച്ച് സ്റ്റെപ്പ് പിന്നോട്ട് നടന്നാൽ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഇത്. ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാട് അനുഭവിച്ചാണ് നമ്മൾ ഈ നാടകം പൂർത്തീകരിച്ചത്. പാലക്കാട് നാടക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലൈലൈറ്റ്സ് തിയേറ്ററാണ് കുഴിയാന ജീവിതത്തിന്റെ വ്യത്യസ്തമായ കഥ നാടകമാക്കി അവതരിപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. അപ്പം നമ്മൾ ഇനി പോകുന്നത് ഒരു കോഴിക്കോട്ടുകാരിയുടെ നേതൃത്വത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ നടന്ന നൃത്യതി എന്ന ഒരു പരിപാടിയിൽ ഏകദേശം 6 ഇനങ്ങളിലധികം 1ാം സ്ഥാനം നേടിയത് ഒരു കോഴിക്കോടുകാരിയാണ്. ഈ കോഴിക്കോടുകാരി ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഇവരുടെ നേട്ടത്തിന് മാറ്റുകൂട്ടുന്നത് 250-ലധികം കലാകാരന്മാർ പങ്കെടുത്ത ഒരു മത്സരത്തിൽ നിന്നാണ് ഈ നേട്ടം അവർ സ്വന്തമാക്കി എന്നതാണ്. എന്തായാലും നമുക്ക് ആ വാർത്ത കണ്ട ശേഷം മടങ്ങി വരാം. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, കേരള നടനം, സെമി ക്ലാസിക്കൽ എന്നിങ്ങനെ ഏത് നൃത്തരൂപമായാലും അനസ്മയ മികവ് തെളിയിക്കും. ഊട്ടിയിൽ നടന്ന മത്സരങ്ങളിൽ 6 ഇനങ്ങളിലും അനസ്മയ സ്വന്തമാക്കിയത് മിന്നും ജയം. കോയമ്പത്തൂരിലെ നൃത്യതി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ഞാൻ പങ്കെടുത്ത എല്ലാ ഇനത്തിലും 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ, ഫോക്ക് ഡാൻസ് എന്നിങ്ങനെ 6 ഇനങ്ങളിലാണ് പങ്കെടുത്തത്. 6 ഫസ്റ്റ് ഉണ്ട്. 3.5 വയസ്സ് മുതൽ അനസ്മയ നൃത്തം അഭ്യസിക്കുന്നു. സ്കൂൾ കലോത്സവത്തിൽ ജില്ലാ, സംസ്ഥാന തലങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ചു. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനസ്മയ ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യന്റെ കീഴിലാണ് നൃത്തം പഠിച്ചത്. ന്യൂസ് 18 വടകര. എന്തായാലും അനസ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയാകാൻ അനസ്മയ്ക്ക് കഴിയട്ടെ അല്ലേ? നമുക്കിനി ഹൈ റേഞ്ചിലേക്ക് ഒന്ന് പോയാലോ? ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ മഞ്ഞു മൂടിയ മലനിരകളും പ്രഭാതവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അപ്പൊ അതിനൊപ്പം വരുന്നൊരു കാര്യമാണ് ജീപ്പ് സവാരി. ഹൈ റേഞ്ചിൽ പോയാൽ നടത്താത്തവർ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ചുകാരല്ലാത്തവർ അല്ലെ? അതിന് കാരണവുമുണ്ട്. കാരണം സാധാരണ
നിരപ്പായ റോഡൊന്നുമല്ല, ഹൈറേഞ്ച് പ്രദേശം. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ യാത്രകൾ ദുർഘടമുണ്ട്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള മറ്റു വാഹനങ്ങൾ, കുതിച്ചു പായുന്ന വാഹനങ്ങളൊന്നും സാധ്യമല്ല. അവിടുത്തെ താരം ജീപ്പാണ്. പലപ്പോഴും അവിടെ ആംബുലൻസ് ആയി പോലും ജീപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കതൊരു വലിയ കാഴ്ച തന്നെയാണ്. നമുക്ക് എന്തായാലും ആ ജീപ്പ് സവാരിയിലേക്ക് പോകാം. ഇടുക്കിയിലെ ഓരോ ഗ്രാമവും ഒരുപാട് കാഴ്ചകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഗ്രാമീണ കാഴ്ചകൾ തേടി ഇടുക്കിയുടെ സ്വന്തം വാഹനമായ ജീപ്പിലാണ് ഇന്നത്തെ യാത്ര. ഏറെ ചെടികൾ അതിലിടുന്ന കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളിലേക്കാണ് ചെമ്മണ്ണാറിലെ 9 ഡ്രൈവർമാരുടെ കൂട്ടായ്മ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. തോട്ടം മേഖലയിലെ ജീവിത നേർക്കാഴ്ചകളിലൂടെ ഒരു യാത്ര. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന സഞ്ചാരികൾ ചെമ്മണ്ണാർ പാതയിലൂടെ യാത്ര ചെയ്തു തുടങ്ങിയതോടെ ഡ്രൈവർമാർ ജീപ്പ് സവാരിക്ക് സൗകര്യമൊരുക്കി. മൂന്നാറ്റിൽ നിന്ന് ജില്ലയുടെ ടൂറിസ്റ്റുകളുടെ നല്ല ശതമാനം വരവ് നമ്മുടെ തേക്കടി റൂട്ടിന് ഈ റൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നാട്ടുകാരും ഡ്രൈവേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഈ ഒരു മല, ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്ന് ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാക്കി. ഇരുവശത്തും ഏലച്ചെടികൾ തിങ്ങി നിൽക്കുന്ന മൺപാതയെ കീഴടക്കിയാണ് ജീപ്പ് കടന്നു പോകുന്നത്. 4 കിലോമീറ്ററിലധികം ദൂരമാണ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന മലമ്പുള്ളിലേക്കാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. പുലർച്ചെ മഞ്ഞിന്റെ ആവരണമുള്ളതിനാൽ യാത്ര കൂടുതൽ ആസ്വാദികരമാകും. വറ്റാത്ത ആമ്പൽക്കുളവും ചിലായുഗ് കാലത്തെ ശേഷിപ്പുകളും സഹ്യപർവ്വതനിരയുടെ കാഴ്ചകളുമൊക്കെ മലമുകളിൽ നിന്ന് മതിവരുവോളം ആസ്വദിക്കാം. ഒപ്പം ഗ്യാപ് റോഡും പൊന്മുടി തടാകവും ചതുരംഗപ്പാറ കാറ്റാടിപ്പാടവും ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയുമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാർ ഗ്യാപ് റോഡ്, അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ, പൊന്മുടി ഡാം അതിൻ്റെ പ്രദേശങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഗ്രാമീണ മേഖലയുടെ ടൂറിസം വികസനം ലക്ഷ്യവെച്ചാണ് ഡ്രൈവർമാരുടെ കൂട്ടായ്മ ജീപ്പ് സഫാരി ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്തും തോട്ട ഉടമകളും ഇവർക്കൊപ്പമുണ്ട്. 4 കിലോമീറ്റർ സഫാരിക്കായി ഈടാക്കുന്നത് 1500 രൂപ. കർഷകരുടെ സഹകരണത്തോടെ ഏലം കൃഷിരീതിയും സഞ്ചാരികൾക്ക് പകർന്നു നൽകാനും ഇവർ പദ്ധതി ഒരുക്കുന്നുണ്ട്. ചെമ്മണ്ണാറിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. അപ്പോൾ ഈ ജീപ്പിലൊന്ന് പോവാൻ എന്തായാലും എല്ലാവർക്കും ഒരു കൊതി ഉണ്ടാകും. കാരണം ഈ മലയോരത്തിന്റെ ഗ്രാമീണ കാഴ്ചകൾക്ക് അത്ര ഭംഗിയാണ്. അതെ, നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഇത് നല്ല കാഴ്ചയാണ് ഇടുക്കിയുടെ. ഒപ്പം ഈ മലയോരത്ത് അല്ലെങ്കിൽ ഈ ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതും ഇത് തന്നെയാണ്. അവർക്ക് നല്ല റോഡ് പലപ്പോഴും ആദ്യം മുതലേ ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ആശുപത്രിയിലൊക്കെ ആളുകളെ എത്തിക്കുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പ്രേക്ഷകരെ. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നിന്ന് കുറച്ച് ദിവസമായി നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് PV അൻവർ MLA. അദ്ദേഹം വ്യാജരേഖ ചമച്ച് ഒരു ക്രഷർ ഇടപാടിൽ ഇടപെട്ടതും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. S വിനേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളായി ചെയ്യുന്ന വാർത്തയ്ക്ക് ഇന്നൊരു പുതിയ വാർത്ത അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കർണാടകയിലെ ബൽത്തങ്കടി എന്ന സ്ഥലത്ത് ഈ ക്രഷർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ വഞ്ചന നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് ആദ്യം കണ്ടെത്തിയിരുന്നു. പ്രാഥമിക റിപ്പോർട്ടിൽ അതുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ റിപ്പോർട്ടിൽ വീണ്ടും അൻവറിന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നതാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. ബൽത്തങ്കടി ക്രഷർ റിപ്പോർട്ടിൽ PV അൻവർ MLA പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട്. സലീം നടുത്തൊടിയുമായുള്ള ക്രഷർ ഇടപാടിൽ അൻവർ പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയെന്ന് 2021 സെപ്റ്റംബർ 30 മഞ്ചേരി CJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അൻവർ സലീമിന് കാണിച്ചു കൊടുത്ത ബൽത്തങ്കടിയിലെ ക്രഷറും 1 ഏക്കർ 60 സെന്റും പാട്ടഭൂമിയിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കൃത്യം 3 മാസം കഴിഞ്ഞ ശേഷം P വിക്രമൻ നൽകിയ റിപ്പോർട്ടാകട്ടെ അൻവറിന് അനുകൂലവും. മമ്പാട് MES കോളേജിൽ PV അൻവർ MLA സഹപാഠിയും സുഹൃത്തുമായിരുന്നു ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമൻ. റിപ്പോർട്ടിലെ പിഴകൾ സലീം കോടതിയെ ചൂണ്ടിക്കാട്ടിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ P വിക്രമനെ
മഞ്ചേരി CJMലെ മജിസ്ട്രേറ്റ് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. പി വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് വസ്തുതാപരമായി ശരിയായിരുന്നെങ്കിലും പിന്നീട് നൽകിയ 2 റിപ്പോർട്ടുകളും അൻവറിന് അനുകൂലമായതാണ് ദുരൂഹതയുയർത്തുന്നത്. പി വിക്രമനും അൻവറും തമ്മിലുള്ള സൗഹൃദവും MLAക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് വിക്രമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാകട്ടെ അൻവറിന് ക്ലീൻ ചിറ്റും നൽകി. ആർക്കു വേണ്ടിയാണ് പി വിക്രമൻ ഈ റിപ്പോർട്ട് അട്ടിമറിച്ചത്? ഉത്തരം നൽകാൻ ആഭ്യന്തര വകുപ്പും ബാധ്യസ്ഥമാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് PV അൻവറിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ. എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. വിനേഷ്, തുടക്കം മുതൽ ഈ PV അൻവർ MLAയുടെ പല അനധികൃത ഇടപാടുകളിലും വളരെ സജീവമായി ഇടപെട്ടത് വാർത്തയാക്കിയിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സംഭവത്തിലും വിനീഷ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലും തിരിമറി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം സർക്കാർ കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ അൻവറോട് അടുത്ത കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ ഈ വാർത്തകളോടൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? സജിത്ത്, നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പുകൾ, അതായത് ഈ ബെൽത്തങ്കടി ക്രഷർ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജരേഖ ചമച്ചതും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അൻവറിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നത് ഉൾപ്പെടെയുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോഴാട്ടെ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ PV അൻവർ കുറ്റക്കാരനാണ്, വഞ്ചന നടത്തി എന്ന് കാണിച്ചുകൊണ്ട് ഈ ബെൽത്തങ്കടി ക്രഷർ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന പി വിക്രമൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതായത് ആ റിപ്പോർട്ടാണ് 3 മാസത്തിന് ശേഷം അദ്ദേഹം തന്നെ, അതേ ഉദ്യോഗസ്ഥൻ തന്നെ മാറ്റി എഴുതാൻ നിർബന്ധിതനായിരിക്കുന്നത്. അതിൽ പ്രധാനമായും വരുന്ന ആരോപണങ്ങൾ അൻവറും ഈ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. പാമ്പാട് MES കോളേജിൽ ഇരുവരും ഒരുമിച്ച് പഠിച്ചതാണ്, ഒപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കളുമാണ് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അയാൾ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആദ്യം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വഞ്ചന നടന്നിട്ടുണ്ട്. അതായത് നടുത്തടി സലീമിനെ വഞ്ചിച്ചിട്ടുണ്ട് അൻവർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം റിപ്പോർട്ടിൽ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇത് മഞ്ചേരി CJM കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. അതിനുശേഷമാണ് അന്തിമ റിപ്പോർട്ടായി ആദ്യം ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ടിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കോടതി ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അൻവറിന് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് കൊടുത്തത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെ വിക്രമനെ മഞ്ചേരി CJM വിളിച്ചു വരുത്തി വിശദീകരണം തേടി. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു റിപ്പോർട്ട് കൊടുത്തു. ഇതും അൻവറിന് അനുകൂലമായിക്കൊണ്ട് തന്നെയായിരുന്നു. ഇതിനിടയിൽ ഈ മഞ്ചേരി CJMലെ മജിസ്ട്രേറ്റ് മാറിപ്പോയി, പകരം ആൾ വന്നെങ്കിലും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും പരാതിക്കാരൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തട്ടിപ്പുകൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പരാതിക്കാരൻ്റെ തീരുമാനം. പക്ഷേ അൻവറിൻ്റെ കേന്ദ്രങ്ങളോ ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. കാരണം നിയമസഭ നടക്കുകയാണ്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അൻവർ ഉടൻ തന്നെ അതിന് മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണവുമായി അൻവറിൻ്റെ വേണ്ടപ്പെട്ടവരോ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അൻവറുമായി അടുത്ത വൃത്തങ്ങളോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ വിക്രമനോ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിന് പോലീസും തയ്യാറായിട്ടില്ല. എന്തായാലും ക്രൈംബ്രാഞ്ച് വലിയൊരു അട്ടിമറിച്ചുകൊണ്ട് ഒരു MLAക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച കേസ് ക്രൈംബ്രാഞ്ച് അട്ടിമറിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്. ശരി വിനേഷ്, എന്തായാലും വളരെ ഗൗരവതരമായ വാർത്തയാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് അന്തിമ റിപ്പോർട്ടിൽ തിരുത്തൽ വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ
നമ്മളിനി പാലക്കാട് ചിറ്റൂരിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് പ്രസവ ചികിത്സയ്ക്കിടെ നല്ലേപ്പള്ളി സ്വദേശിനിയായ അനിതയും കുഞ്ഞും മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, എന്താണ് ഈ ബന്ധുക്കൾ എന്താണ് ആരോപിച്ചിരുന്നത്? എങ്ങനെയാണ് ഈ അമ്മയും കുഞ്ഞും മരിച്ചതെന്നാണ് അവർ പറഞ്ഞത്? ഡോക്ടർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, 2 ദിവസം മുമ്പാണ് അനിതയെ പ്രസവത്തിനായി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ആ സമയത്ത് നടത്തിയ സ്കാനിങ്ങിലൊന്നും തന്നെ കുഞ്ഞിനോ അല്ലെങ്കിൽ പ്രസവത്തിനോ മറ്റ് പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ അറിയിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇന്നലെയാണ് അനിത പ്രസവിച്ചത്. പ്രസവത്തെ തുടർന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും കുഞ്ഞിനെ അപ്പോൾ തന്നെ ചിറ്റൂരിന് സമീപത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കുഞ്ഞ് ആശുപത്രി എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. മറ്റൊന്ന്, അമ്മയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അമ്മയുടെ ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ചികിത്സാ പിഴവ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ പരാതി. നേരത്തെ ഈ സ്കാനിങ്ങിൽ, അത് പ്രസവത്തിന് തൊട്ടു മുമ്പ് പോലും ഇത്രത്തോളം സങ്കീർണമാണ് ഇവരുടെ ആരോഗ്യനില അല്ലെങ്കിൽ പ്രസവം എന്നുള്ളത് ഒരു ഘട്ടത്തിലും അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർമാർക്ക് പറ്റിയ ഒരു കൈപ്പിഴവാണ്. അതുകൊണ്ട് തന്നെ നടപടി വേണം എന്ന ആവശ്യവുമായി ഇന്നലെ തന്നെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പൊതുപ്രവർത്തകരും ഈ വിഷയം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഡോക്ടർമാർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്ന സംഭവം. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നു ഈ നടപടിയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇനി നമുക്ക് പത്രവിശേഷമുണ്ട്. പത്രം 18-ൽ ആർ കിരൺ ബാബു ചേരും. ഇന്നത്തെ പത്രം സമഗ്രമായി വായിക്കാത്തവർ കാത്തിരിക്കുക. വിശദമായ പത്രവിശേഷം, പത്രവാർത്തകൾ ഉണ്ടാവും. കിരൺ ബാബു സമഗ്രമായി തന്നെ ആ വാർത്തകളിലേക്കൊക്കെ പോവും. അതിനു മുമ്പായി നമുക്കൊരു ഇടവേള പോകാം. പ്രഭാത കേരളം തുടരുമ്പോൾ നമ്മളിനി പോകുന്നത് പത്രം 18-ലേക്കാണ്. പത്രത്തിലെ വിശദമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. സജിത്ത്, കിരൺ ബാബുവിന്റെ പത്ര വിശകലനം കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമുക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ അതിന്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കൃത്യമായി അദ്ദേഹം പത്രം വായിക്കുന്ന രീതി, ഒപ്പം ഓരോ ഹെഡ്ലൈനും ഒക്കെ എടുത്തു പറയുന്നതും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. കിരൺ, ഗുഡ് മോർണിംഗ്. അശ്വതി പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞങ്ങൾ തുടക്കത്തിൽ പറയായിരുന്നു പത്രം ഇന്ന് വായിക്കാത്തവർ കാത്തിരിക്കുക. കിരൺ ബാബുവിന്റെ പത്രം 18 വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രത്തിന്റെ ഒരു പൊതുചിത്രം? നമ്മുടെ നികുതി പ്രശ്നങ്ങളും സംസ്ഥാനത്തെ സമര നീക്കങ്ങളും ഒക്കെ പത്രങ്ങൾ അതേ തരത്തിൽ തന്നെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഗുഡ് മോർണിംഗ് സജിത്ത്. ഗുഡ് മോർണിംഗ് അശ്വതി. എന്തായാലും പത്രങ്ങളും അതേ രീതിയിൽ തന്നെ, സൈത്ത് പറഞ്ഞ രീതിയിൽ തന്നെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനപ്പെട്ട വാർത്ത അധിക നികുതി എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്, എത്രത്തോളമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്ന വാർത്ത സർക്കാരിന് കുടിശ്ശിക പിരിച്ചെടുക്കാത്തതാണ്. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സർക്കാരിന് വിവിധ ഏജൻസികളിൽ നിന്ന്, വിവിധ വ്യക്തികളിൽ നിന്ന്, വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് CAG-യുടെ ഇന്നലെ സർക്കാരിൻ്റെ ധനവകുപ്പിനെ രൂക്ഷ വിമർശിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി വന്നിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഒക്കെ വാർത്തകളാണ് പ്രാധാന്യത്തോടു കൂടി തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ളത്. നമുക്ക് ആ വാർത്തകളിലേക്ക് കടക്കാം. കേരളകൗമുദിയാണ്. കേരളകൗമുദിയിൽ PH സനൽകുമാറിന്റെ വാർത്തയാണ്. 34,000 കോടിയാണ് കേരളത്തിൽ പിരിച്ചെടുക്കാനുള്ള തുക എന്നാണ് പറയുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ 34,000 കോടിയുടെ 10% പിരിച്ചെടുത്താൽ പോലും ഇപ്പോഴുള്ള നികുതി കൂട്ടേണ്ടതില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ആ നികുതിയിൽ നിന്ന് ലഭിക്കാവുന്ന വരുമാനത്തെക്കാൾ എത്രയോ അധിക വരുമാനം ഇതിൽ നിന്ന് ലഭിക്കും. 2,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നത് പെട്രോൾ സെസ്സിൽ നിന്ന്. അത് ധനമന്ത്രി തന്നെ പറഞ്ഞു. പക്ഷേ 34,000 കോടി പിരിക്കാനുള്ളതിൻ്റെ 10% കിട്ടിയാൽ തന്നെ അത് 3,400 കോടിയായി കഴിഞ്ഞു. അതിൻ്റെ ഇരട്ടി തുക കിട്ടാനുള്ള വകുപ്പുണ്ട്. പക്ഷേ
നികുതി പിരിവിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. CAG അത് അക്കമിട്ട് തന്നെ പറയുന്നുണ്ട്. ഏതെല്ലാം തരത്തിലാണ് CAGയുടെ വീഴ്ച, അത് 6 അക്കമായി തന്നെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അത് ഓരോ വർഷവും 2016-17 5437 കോടി രൂപയായിരുന്നു പിരിക്കാത്ത നികുതിയെങ്കിൽ അത് 2020-21 എത്തിയപ്പോഴേക്ക് 21,797 കോടിയായി ഉയർന്നു. ആ വൻകിടക്കാരാണ് പലപ്പോഴും ഇത്തരം കുടിശ്ശിക വരുത്തുന്നത്. അത്തരക്കാരെ പിടിക്കാൻ, അത്തരക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പലപ്പോഴും സർക്കാരുകൾ കേസുകളുടെ കാര്യം പറഞ്ഞും പലതുകൊണ്ടും പിൻവാങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു വാർത്തയാണ് പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. പലപ്പോഴും കേരളത്തിലെ നിരത്തുകളിലുള്ള ഒരു പ്രത്യേകത, ഇന്ത്യൻ നിരത്തുകളെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ നിരത്തുകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വരുന്നൊരു ആക്ഷേപമാണ്. പല വിദേശ രാജ്യങ്ങളിലും ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കണ്ടാൽ വാഹനം വേഗം കുറയ്ക്കും. പക്ഷേ ഇന്ത്യൻ നിരത്തുകളെ സംബന്ധിച്ച് പലപ്പോഴും വരുന്നൊരു ആക്ഷേപം, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കണ്ടാൽ പെട്ടെന്ന് തന്നെ വാഹനം ആക്സിലേറ്ററിലേക്ക് അയാൾ കൂടുതൽ ചവിട്ടുമെന്നാണ് പറയുന്നത്. ഇയാൾ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വാഹനം അപ്പുറത്ത് കടത്തണമെന്നുള്ളതാണ്. പലപ്പോഴും ഇത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. സീബ്ര ലൈൻ ഉള്ളത് പൂർണ്ണമായും കാൽനടക്കാർക്ക് വേണ്ടിയുള്ളതാണ്. സീബ്ര ലൈനിൽ വെച്ച് ഒരാളുടെ ദേഹത്ത് വാഹനം മുട്ടിയാൽ അതിൻ്റെ ഡ്രൈവറായിരിക്കും ഉത്തരവാദി എന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സീബ്ര ലൈൻ വരുമ്പോൾ പലപ്പോഴും വേഗത കുറയ്ക്കാൻ തയ്യാറാവാത്ത ഡ്രൈവർമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാർത്ത. മറ്റൊന്ന് കേരള ഗവൺമെൻറ് എഡിറ്റോറിയലാണ്. വിചിത്രമായ ഉത്തരവ് എന്നതാണ്. ഈ കൗഹഗ് ഡേ ആയി വാലന്റൈൻസ് ഡേയെ മാറ്റാനുള്ള അത് സംബന്ധിച്ച തീരുമാനത്തിനെതിരെയുള്ള ഒരു എഡിറ്റോറിയലാണ്. പല പത്രങ്ങളും ഇത് സംബന്ധിച്ച് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും എഡിറ്റോറിയലും അതിനെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് ട്രോൾ വാർത്തകളാണ്, അല്ലെങ്കിൽ ട്രോൾ സ്വഭാവത്തിലാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾ ഈ വാർത്തയെ സമീപിച്ച് അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തെ സമീപിച്ച്. അതും കേരള ഗവൺമെന്റ് എഡിറ്റോറിയലായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റേ മാതൃഭൂമിയുടെ വാർത്തയാണ്. മാതൃഭൂമിയിലും പിരിച്ചെടുക്കാതെ 21,798 കോടി എന്നുള്ളതാണ് വിമർശനം. CAGയുടെ വിമർശനമെല്ലാം പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മനോരമ അടക്കമുള്ള എല്ലാ പത്രങ്ങളും അത് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ്. റബ്ബർ ബോർഡ് നിർത്തില്ലെന്ന് കേന്ദ്രമാണ്. ഡൽഹിയിൽ നിന്നും ശരണ്യ ഭുവനേന്ദ്രൻ്റെ വാർത്തയാണ്. റബ്ബർ ബോർഡ് നിർത്തുകയാണ് എന്നുള്ള തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ പല ഘട്ടത്തിലായി വന്നിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ചില സൂചനകളും വന്നിരുന്നു. എന്നാൽ അത് നിർത്തില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ സഭയിൽ ഉറപ്പ് നൽകിയ വാർത്തയാണ്. അത് റബ്ബർ കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത തന്നെയാണ്. മറ്റൊന്ന് കടക്കണിയിലാകുന്ന ദേശാന്തര പഠനം എന്നുള്ളതാണ്. ഡോക്ടർ രാജൻ ഗുരുക്കളുടെ ഒരു ലേഖനമാണ് എഡിറ്റ് പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിയുന്നത് മുതൽ ബിരുദ പഠനത്തിനും അതിന് ശേഷമുള്ള ബിരുദാനന്തര ബിരുദ പഠനത്തിനും അതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ ഡിഗ്രിക്കെല്ലാം MBBSനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ പോകുന്നതെല്ലാം ഒരാൾ പോകുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം വിദേശ രാജ്യങ്ങൾ പോകാം, അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ സർവകലാശാലകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് എത്രത്തോളം റിലയബിൾ ആണ്, അല്ലെങ്കിൽ നാളെ ഈ പണം മുടക്കി കഴിഞ്ഞാൽ ആ പണത്തിനുള്ള മൂല്യം തിരിച്ചു കിട്ടുമോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. വിദേശ പഠനം സംബന്ധിച്ച് ഏജൻസികളുടെ ഭാഗത്തുനിന്ന് വലിയ തട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. പലരും പല തട്ടിപ്പ് സർവകലാശാലകളിലേക്കൊക്കെയാണ് വിദ്യാർത്ഥികളെ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ആധികാരിക ലേഖനം തന്നെയാണ് രാജൻ ഗുരുക്കൾ. ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ തന്നെയാണ് അതിലുള്ളത്. മറ്റൊന്ന് മാതൃഭൂമിയുടെ സമരസഭാതലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാർത്തയുടെ പകുതി ഭാഗം നൽകിയിരിക്കുന്നത് ലോക്സഭയും രാജ്യസഭയും ആണെങ്കിൽ പകുതി ഭാഗം നിയമസഭയ്ക്കാണ്. 47 മിനിറ്റ് കൊണ്ട് നിയമസഭ അടിച്ചു പിരിഞ്ഞു. അദാനിയെ വിടാതെ പ്രതിപക്ഷം. പാർലമെന്റിലെ 2 സഭകളിലും അതിരൂക്ഷമായ രീതിയിലേക്ക് പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. നിയമസഭയിലാണെങ്കിൽ നികുതി നിർദ്ദേശത്തിൽ പ്രതിപക്ഷവും പ്രക്ഷുബ്ധമാക്കി. ഈ വാർത്തകൾ ചേർത്തുകൊണ്ടാണ് സമരസഭാതലം എന്നുള്ള വാർത്ത മാതൃഭൂമി. മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. കണക്കിൽ ബബ്ബ എന്നാണ്. കുട്ടികൾക്കുള്ള ഗണിത പഠന രീതി ശരിയല്ലെന്ന് വിദഗ്ധർ. ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഥമിൻ്റെ വാർഷിക വിദ്യാഭ്യാസ സ്ഥിതിവിവര കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. കണക്ക് പഠിപ്പിക്കൽ പല കുട്ടികളെ സംബന്ധിച്ചും പ്രയാസമുള്ള ഒരു വിഷയമാണ് കണക്ക്. എന്നാൽ കണക്ക് അറിയുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ലളിതമാണ്. കുറച്ച് സമയം കൊണ്ട് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് കണക്ക്. പക്ഷേ ആ കണക്ക് പഠിപ്പിക്കുന്ന രീതി, പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ഉപയോഗിക്കുന്ന രീതി എല്ലാം ഇതിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെ വൈകല്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല നമ്മുടെ കണക്ക് പഠനം നടക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാഠപുസ്തകത്തിലെ കണക്കിൻ്റെ ഭാഷ തന്നെ പലപ്പോഴും ശരിയായ രീതിയിലുള്ളതല്ല. പലപ്പോഴും യാന്ത്രികമായ പല വാക്കുകളുമാണ് ഇതിനുവേണ്ടി മലയാളത്തിലാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് പകരമായി വിദ്യാർത്ഥികൾ കൂടി മനസ്സിലാവുന്ന തരത്തിലേക്ക് ആ ഭാഷയടക്കം മാറ്റണം എന്നുള്ള നിർദ്ദേശവും ഇതിൽ റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന്
CPM-ൽ തെലങ്കാന പുകയുന്നു എന്നുള്ളതാണ്. PK മണികണ്ഠ വാർത്തയാണ്. ബേബിക്കും വിജയരാഘവനുമെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ AK ബാലൻ എന്നുള്ളതാണ്. തെലങ്കാനയിൽ വി രാഘവലു നയിക്കുന്ന തെലങ്കാന CPM-ൽ ഇടയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബദൽ പാർട്ടി പോലെ ഒരു സംവിധാനം രൂപീകരിക്കുകയും അവിടെ സ്വത്വവാദം ഉയർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നണിയൊക്കെ രൂപീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ വിമർശനം ഉണ്ടാകും. ഒരു കമ്മീഷനെ വെക്കുകയൊക്കെ ചെയ്തു. ആ കമ്മീഷനിൽ കേരളത്തിൽ നിന്നുള്ള MA ബേബിയും വിജയരാഘവനും അംഗമായിരുന്നു. പിന്നെ ധാവളയാണ് മറ്റൊരു അംഗമായിരുന്നത്. വിജയരാഘവനും ബേബിയും ഭൂരിപക്ഷം ഈ രണ്ട് അംഗങ്ങളും പൂർണ്ണമായും രാഘവലു പ്രധാനമായും പ്രകാശ് കാരാട്ടിനെ അനുകൂലിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് PB അംഗമായിരുന്ന അദ്ദേഹത്തെ അനുകൂലമായ രീതിയിലേക്കുള്ള റിപ്പോർട്ടാണ്. അങ്ങനെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെലങ്കാനയിലെ പ്രശ്നത്തിൻ്റെ ഗൗരവം തള്ളിക്കളഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകിയപ്പോൾ ധാവള ഒരു വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. ആ വിയോജനക്കുറിപ്പ് അവതരിപ്പിക്കാതെയാണ് ബേബി ഇത് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള AK ബാലൻ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരികയും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരികയും ചെയ്തതോടുകൂടി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി അത് PBയുടെ പരിഗണനയിലേക്ക് വിട്ടിരിക്കുകയാണ്. അത് പുറത്തു വരാത്ത ഒരു വാർത്തയായിരുന്നു. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരേ ചേരിയിൽ നിൽക്കുന്ന നേതാക്കൾ പരസ്പരം കേന്ദ്ര കമ്മിറ്റിയിൽ വാളെടുത്തതിൻ്റെ ഒരു വാർത്ത കൂടിയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മുക്കും കുത്തി ഓസ്ട്രേലിയ എന്നുള്ളതാണ്. അത് ഓസ്ട്രേലിയ ഇന്നലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടി ഇട്ടത് എല്ലാ പത്രങ്ങളും വ്യത്യസ്തമായ മനോഹരമായ തലക്കെട്ടുകളിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയാണ് മുക്കും കുത്തി ഓസ്ട്രേലിയ എന്നുള്ളത് നൽകിയിരിക്കുന്നത്. മനോരമയിൽ ജനത്തെ പിഴിയുന്ന സർക്കാർ കണ്ടില്ലേ 21,797 കോടി. ഇവർ മനോരമയും പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് CAGയുടെ റിപ്പോർട്ട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അവർ പ്രത്യേകമായ ഒരു കോളം പ്രത്യേകം ഒരു ഇൻഫോഗ്രാഫിക്സ് കൂടി നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവത്തക്ക രീതിയിലേക്കാണ് ഇൻഫോഗ്രാഫിക്സ്. വിൽപ്പന നികുതിയിൽ കിട്ടാനുള്ളത് എത്ര കോടി രൂപയാണ്, 5 വർഷത്തെ കുടിശ്ശിക എത്രയാണ്, വാഹന നികുതി എത്രയാണ്, വൈദ്യുതി എത്രയാണ്, വനംവകുപ്പിൻ്റെ എത്രയാണ്, പോലീസ്, അങ്ങനെ ഓരോ വകുപ്പിൻ്റെയും കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഏതെല്ലാം വകുപ്പാണ്. ഇപ്പോൾ ഫാക്ടറി ഫീസ് മാത്രമാണ് ഏകദേശം 0.04 എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറവ്. ബാക്കിയുള്ള മേഖലയിലൊക്കെ കൂടുതലാണ്. ഓരോ വകുപ്പിൻ്റെ ഒരു കാര്യക്ഷമത കൂടി വെളിപ്പെടുത്താൻ ഈ കണക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് മനോരമയുടെ എഡിറ്റ് പേജിലാണ് ത്രില്ലർ ത്രിപുര എന്നാണ് വയ്ക്കുന്നത്. ത്രിപുരയെ സംബന്ധിച്ച് ചെറിയ സംസ്ഥാനമാണ് എന്നുള്ളെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് അവിടെ ദീർഘകാലം CPM ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഇടതുമുന്നണി ഭരണം നഷ്ടപ്പെട്ട് പിന്നീട് BJP ഭരണത്തിലേക്ക് മാറി. ത്രിപുരയെ സംബന്ധിച്ച് പ്രത്യേക താല്പര്യം മലയാളികൾക്കുണ്ട്. ആ താല്പര്യം കൂടി വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് ജാവേദ് പർവേഷിൻ്റെ റിപ്പോർട്ടാണ്. ജാവേദ് വളരെ കാലമായി ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ജോലി ചെയ്യുന്നൊരു മലയാളി മാധ്യമ പ്രവർത്തകനാണ്. അതിനെക്കുറിച്ച് ഒരു ആഴത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ്, സമഗ്രമായ റിപ്പോർട്ട് തന്നെയാണ് എഡിറ്റ് പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കൗതുകകരമായ ഒരു വാർത്തയാണ്. 2022 ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവർ 2.25 ലക്ഷം എന്നുള്ളതാണ്. ഇന്ത്യ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ വലിയ ശക്തിയായിട്ടൊക്കെ വളരുകയാണ്, എല്ലാ തരത്തിലും നമ്മൾ മുന്നേറുകയാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമ്മുടെ രാജ്യത്തെ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ് പൗരത്വം ഉപേക്ഷിച്ച് അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നത്. ഗൾഫ് മേഖലയിലൊക്കെ പോകുന്നവർ തൊഴിലെടുത്തിട്ട് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു കണക്കാണ്. അത് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ്. 2.25 ലക്ഷം പേരാണ് പോയത്. 12 വർഷത്തിനിടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവർ 16.6 ലക്ഷമാണ്. ഏറ്റവും കൂടുതൽ 2022 ഓരോ വർഷം തോറും ഈ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ കണക്ക് അന്യരാജ്യങ്ങളിലേക്ക്, ഈ രാജ്യം വിട്ട് അന്യരാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം കൂടുകയാണ്. 2011 അത് 1,22,000 ആയിരുന്നെങ്കിൽ ഈ കോവിഡിൻ്റെ കാലത്ത് മാത്രമാണ് അത് ഇത്തിരി കുറഞ്ഞത്. 2020 ആ കാലത്ത് കോവിഡ് ഉള്ളതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അന്ന് മാത്രമാണ്, അപ്പോഴും 85,256 പേർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. 2022 2,25,000 പേരാണ് പോയത്. ഇങ്ങനെ അത് ധാരാളമായി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് അവിടത്തേക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ച് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇത് മനോരമയുടേതാണ്. അടിപിടി സ്പിൻ എന്നുള്ളതാണ് മനോരമ ടെസ്റ്റിന് നൽകിയിരിക്കുന്നത്. അത് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ്, മനോഹരമായി തന്നെയാണ് മനോരമ അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശാഭിമാനിയുടെ വാർത്തയാണ്. 4 ലക്ഷം പേർക്ക് തൊഴിൽ എന്നുള്ളതാണ് സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാം 100 ദിന കർമ്മ പരിപാടികൾ. LDF സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ച കർമ്മ പരിപാടിയാണ് എന്തെല്ലാമാണ് പ്രധാനമായും കർമ്മ പരിപാടി മുന്നോട്ട് വെക്കുന്നത്, 100 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. ആ വാർത്ത തന്നെയാണ് സ്വാഭാവികമായും ദേശാഭിമാനി 1ാമത്തെ വാർത്തയായി പ്രാധാന്യത്തോടെ നൽകേണ്ടത്. അത് അങ്ങനെ തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ലൈഫിൽ 20,000 വീട്, പുനർഗേഹത്തിന് 1000 വീട്, ഇതെല്ലാമുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ വാർത്തയിലുണ്ട്. മറ്റൊന്ന് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത്. ഇന്ത്യ വായിക്കുന്നു കേരള പേപ്പർ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ ഏറ്റെടുത്ത് LDF സർക്കാർ KPPL രൂപീകരിച്ചു. ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് 1,75 ടൺ കടലാസ് എന്നുള്ളതാണ്. ദേശാഭിമാനി അടക്കം കേരളത്തിലെയും മലയാളത്തിലെയും ഇംഗ്ലീഷിലെയുമായി ഹിന്ദു ഒക്കെ അടക്കം ഏകദേശം 10ഓളം പത്രങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ന്യൂസ് പ്രിൻ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അടച്ചുപൂട്ടേണ്ട വക്കിൽ നിന്ന് ഒരു കമ്പനിയാണ് കേരള സർക്കാർ ഏറ്റെടുത്തത്.
എടുത്ത് പുനരുജ്ജീവിപ്പിച്ച് ഇപ്പോൾ അത് ഒരു ഇന്ത്യയിലെ ഒരു പ്രധാന കമ്പനിയായി വളരുന്നത്, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു വളർച്ച ഉണ്ടാകുന്നത് പോസിറ്റീവായ വാർത്ത തന്നെയാണ്. അത് പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റേ ദ ഹിന്ദുവിൻ്റെ വാർത്തയാണ്. പ്രധാനമായും ഈ വാർത്ത ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിയാണ്. നരേന്ദ്രമോദിയുടെ മറുപടി പ്രധാനമായി എത്ര ചെളി വാരി എറിഞ്ഞാലും അവിടെ എല്ലാം താമര വിരിയും എന്ന് തന്നെയായിരുന്നു. ആ വാർത്തയും മലയാള പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഹിന്ദു അത് ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് റബ്ബർ ഓൺ ദി സ്റ്റിക്കി വിക്കറ്റ് എന്നാണ് പറയുന്നത്. റബ്ബർ മേഖലയിലെ ഹിരൺ ഉണ്ണികൃഷ്ണൻ്റെ വാർത്തയാണ്. കോട്ടയത്ത് നിന്നും ഏകദേശം ഒരു ഫുൾ പേജ് വാർത്ത തന്നെയാണ്. ഈ റബ്ബർ മേഖലയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാമാണ് റബ്ബർ കർഷകരുടെ ആശങ്ക എന്താണ്, റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതെല്ലാം അടങ്ങുന്ന വിശദമായ റിപ്പോർട്ട് തന്നെ. മനോഹരമായൊരു ചിത്രവും, വെളുപ്പാങ്കാലത്ത് ഒരാൾ റബ്ബർ വെട്ടുന്ന മനോഹരമായൊരു ചിത്രം സഹിതം തന്നെയാണ് അത് ലേഔട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് വീക്ഷണത്തിൻ്റെ വാർത്തയാണ്. ഇനി പ്രക്ഷോഭം സഭയ്ക്ക് പുറത്തേക്ക് എന്നുള്ളതാണ്. നിയമസഭയിൽ UDF-ലെ 4 MLA-മാർ, യുവ MLA-മാർ നടത്തിയിരുന്ന സത്യാഗ്രഹം ഇന്നലെ അവസാനിപ്പിച്ചു. ഇനി സഭ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമരം പുറത്തേക്ക് നീളുകയാണ്. അത് സംബന്ധിച്ചാണ് വീക്ഷണം വാർത്ത നൽകിയിരിക്കുന്നത്. മംഗളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഗൂഗിളെ നീ തീർന്നട എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഗൂഗിളും മൈക്രോസോഫ്റ്റും തമ്മിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആരാണ് മെച്ചം എന്ന രീതിയിൽ നടക്കുന്ന ഒരു അടിയുടെ വാർത്ത കൂടിയാണ് അത്. ഈ ChatGPT സംവിധാനത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ്. ChatGPT-യെ കുറിച്ച് പല പത്രങ്ങളും എന്താണ് ChatGPT എന്നും അതിലെ അപകടം എന്താണ്, അതിലെ മെച്ചം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പല പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ വിശദമായ ലേഖനങ്ങളൊക്കെ അടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ തലക്കെട്ട്, ഈ വാർത്ത ഇത്തരം സാങ്കേതിക വാർത്തയിൽ താല്പര്യമുള്ളവരും അല്ലാത്തവരെയും ഒക്കെ, അത് പ്രധാനമായും ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് തന്നെയാവണം അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തത്. മംഗളം പലപ്പോഴും ഇങ്ങനെ മനോഹരമായ തലക്കെട്ട് കൊടുക്കുന്നൊരു പത്രം കൂടിയാണ്. ഗൂഗിളെ നീ തീർന്നട എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതടക്കം പല പ്രധാനപ്പെട്ട വാർത്തകളും മറ്റു പല പത്രങ്ങളിലുമുണ്ട്. എല്ലാ പത്രങ്ങളിലെയും എല്ലാ വാർത്തകളിലേക്കും നമുക്ക് സമയപരിമിതി മൂലം പോകാൻ കഴിയില്ല. എന്തായാലും നാളെയും ഇതേ സമയം പത്രം 18. സമയപരിമിതി ഉണ്ടെങ്കിൽ കൂടിയും സമഗ്രമായ ഒരു പത്ര വിശകലനത്തിന് കിരൺ ബാബു. താങ്ക് യു കിരൺ. താങ്ക് യു. നമ്മളിനി ആദ്യം ആമുഖത്തിൽ സജിത്ത് പറഞ്ഞ ആ വാർത്തയിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്നുള്ള ഒരു വാർത്തയുണ്ട്. വളരെ ആശങ്കയുണ്ട്. നേരത്തെ തന്നെ അവിടെ എപ്പോഴും കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. വലിയ വന്യമൃഗശല്യം മൂലം വലിയ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു എന്നാണ് പുതിയ വാർത്ത. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന വാർത്ത വീണ്ടും വരുമ്പോൾ ഇത് ഏത് മേഖലയിലാണ്, ധോണിയിൽ ഏത് പ്രദേശത്തേക്കാണ് ഇറങ്ങിയത്, എന്താണ് നാട്ടുകാർ പറയുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി, സജിത്ത്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് PT7 പിടിച്ചിട്ടും ഇപ്പോഴും അവിടെ കാട്ടാന ശല്യം തുടരുന്നു എന്നുള്ളതാണ്. 3 ആനകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഭീതി പടർത്തിയും കൃഷി നശിപ്പിച്ചും എല്ലാം തന്നെ ഇപ്പോൾ ഇറങ്ങുന്നത്. മായാപുരം, ധോണി മായാപുരത്താണ് പെരുന്തുരുത്തിക്കളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രി മായാപുരത്ത് ഇറങ്ങിയ കാട്ടാന പ്രദേശവാസിയായ സാബുവിന്റെ വീടിന് പുറകിലുണ്ടായിരുന്ന വാഴകൃഷി ഏറെക്കുറെ പൂർണ്ണമായും നശിപ്പിച്ചു. പിന്നീട് ഇതിലൊരു പരാതി ഉയർന്നിട്ടുള്ളത്, ഈ സംഭവം രാത്രി 1 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ഇറങ്ങുന്നത്. കാട്ടാന ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ RRTയെ വിളിച്ചിരുന്നു, അതായത് ആനയെ ഓടിക്കാനുള്ള വനം വകുപ്പിന്റെ പ്രത്യേക സംഘത്തെ. പക്ഷേ അവരാരും തന്നെ എത്തിയില്ല എന്നുള്ളൊരു പരാതിയാണ്. 4 മണി കഴിഞ്ഞിട്ടും 4:15 കഴിഞ്ഞിട്ടും ആ പ്രദേശത്തേക്ക് RRT ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മുൻപെല്ലാം തന്നെ ആന ഇറങ്ങുന്ന സമയത്ത് RRT ഇത്ര താമസം ഉണ്ടാകാറില്ല. പലപ്പോഴും വളരെ വേഗത്തിലെത്തുകയും ചില സമയങ്ങളിൽ വൈകിയാലും എത്താറുണ്ട്. പക്ഷേ ഇത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും RRT ആ പ്രദേശത്തേക്ക് എത്തിയില്ല. ഒടുവിൽ നാട്ടുകാരിടപെട്ടാണ് പിന്നെ ഈ കാട്ടാനയെ ആ സമീപത്തെ വനത്തിലേക്ക് കയറ്റി വിടുന്നത്. എന്തായാലും ആന ഇറങ്ങുന്നത് സ്ഥിരമായി കഴിഞ്ഞത് തന്നെ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും PT7 ഇറങ്ങിയ കാലത്തതിനേക്കാൾ കൂടുതൽ ഭീതിയുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ 3 കാട്ടാനകൾ സ്ഥിരമായി ഈ മായാപുരം, പെരുന്തുരുത്തിക്കളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥിരമായി ഇറങ്ങുന്നു. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇത് സ്ഥിരമാണെങ്കിൽ ഒരുപക്ഷെ സമരരംഗത്തേക്ക് ഇറങ്ങാനും നാട്ടുകാർ ആലോചിക്കുന്നുണ്ട്. അതാണ് ധോണിയിലെ അവസ്ഥ. എന്തായാലും അവിടുത്തെ ആശങ്ക അവസാനിക്കുന്നില്ല. ഈ PT7
ഒക്കെ പിടിച്ചെങ്കിൽ കൂടി ആശങ്കയ്ക്ക് മാറ്റമില്ല. അവിടെ PT7 ഒപ്പം ഇറങ്ങിക്കൊണ്ടിരുന്ന ആനകളാണിത്. കൃത്യമായ വഴിയറിയാം. അവിടെ വന്ന് കൃഷി നശിപ്പിച്ചു പോകുന്ന പതിവ് അവരിപ്പോഴും തുടരുകയാണ്. ഇന്നലെയും അതുണ്ടായി എന്നുള്ളതാണ് പ്രസാദ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിലും കാട്ടാന പ്രശ്നം തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇടുക്കിയിലെ ഈ പ്രതിസന്ധി, അതായത് ചിന്നക്കനാൽ ഒപ്പം തന്നെ ശാന്തമ്പാറ മേഖലകളിലാണ് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. ആനകളെ നിരീക്ഷിക്കുന്നതിനടക്കം പ്രത്യേക സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ ആനകളെ പിടിക്കുന്നത് സംബന്ധിച്ച്, മയക്ക് വെടിവെച്ച് പിടിക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ്. വനംവകുപ്പിൻ്റെ നിർണായകമായ യോഗം ഇന്ന് അവിടെ ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിൻസ് നമുക്കൊപ്പം ചേരുന്നു. പ്രിൻസ്, വളരെ ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ചേരുന്നത്. അവിടുത്തെ ആശങ്ക നമുക്കറിയാം. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ അതൊക്കെ ഉണ്ടാക്കുന്ന ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ, പടയപ്പ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. എന്താണ് വനംവകുപ്പിൻ്റെ നീക്കം? ഒപ്പം തന്നെ പ്രദേശവാസികൾ ഈ ആനകളെ മയക്കുപിടി വെച്ച് പിടിക്കണം എന്ന നിലപാടിൽ തന്നെയാണോ? ഗുഡ് മോർണിംഗ് സരിത്ത്, അശ്വതി. എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ചോളം ഇന്നലെ മുതൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായ നീക്കം വലിയ ആശ്വാസകരമാണ്. ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയ ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണങ്ങൾ രൂക്ഷമായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയും ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ അടിയന്തരമായി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് CCF നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഹൈറേഞ്ച് സർക്കിൾ CCF അരുണിന്റെയും വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയുടെയും നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നത്. എന്തായാലും അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടി ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആറാട്ട് ടീമും സംഘടനയുടെ ചക്രയും ഉൾപ്പെടെയുള്ള മേഖലയിൽ സന്ദർശനം നടത്തുകയും അരിക്കൊമ്പൻ സാധാരണഗതിയിൽ എത്തുന്ന പ്രദേശങ്ങളായ 301 കോളനി, സിംഗുകണ്ഠം, സംഗരിമഴവട്ട തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിലേക്ക് ആനയെ എത്തിച്ച് എങ്ങനെ കൊടുക്കാനാകും എന്നത് സംബന്ധിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്കായിരിക്കും വനംവകുപ്പ് എത്തുക. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ആനയെ പിടികൂടാൻ ഉള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അരിക്കൊമ്പനൊപ്പം അപകടകാരികളായി നിരവധി ആനകൾ ഈ പ്രദേശത്തുണ്ട്. ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ, ചിപ്പിക്കൊമ്പൻ തുടങ്ങിയ ആനകളും മൂന്നാം മേഖലയെ പടയപ്പ പതിവായി ജനവാസ മേഖലയിലേക്ക് വരുന്ന ആനകളാണ്. എങ്കിലും ഏറ്റവും രൂക്ഷമായി എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന അരിക്കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക എന്നത് തന്നെയാണ് ജനങ്ങൾ ആദ്യം മുൻപോട്ട് എത്തുന്ന ആവശ്യവും. എന്തായാലും ഈ വനംവകുപ്പ് ഉടനെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് നടക്കുന്ന ഏകദേശം 10:30 ശേഷം ഇന്ന് യോഗം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതിനു ശേഷം ഈ നടപടിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അശ്വതി. ശരി, പ്രിൻസ് പറഞ്ഞതുപോലെ അവിടെ ഇപ്പോൾ ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള ആനകളെയാണ് നിരീക്ഷിക്കുന്നതും അവരെ എങ്ങനെ പിടികൂടാമെന്നൊക്കെയുള്ള യോഗത്തിൽ വരുന്നത്. അരിക്കൊമ്പനാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് അവിടെ ആളുകളുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അരിക്കൊമ്പന്റെ ശല്യം. അത് മാത്രമല്ല നാട്ടുകാർ അവിടെ ഇതിനെ മയക്കുപിടി വെച്ച് ഇനി പിടിച്ചേ തീരൂ എന്നൊരു നിലപാടിലേക്കും വന്നിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് പാത്രത്തിൽ അവിടെ ഇടപെടുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും കുറേ നാളുകളായിട്ട് ആനകൾ നമ്മുടെ പ്രഭാത കേരളത്തിൽ അല്ലെ രാവിലെ എല്ലാ വാർത്തയിലും ആന വാർത്തകൾ വരാറുണ്ട് എന്നുള്ളത് പ്രത്യേക. നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യൂസിയത്തിനുള്ളിലാണ്. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മ്യൂസിയം പരിസരത്ത് ഒരുപാട് മരങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആനയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ആനത്തൊണ്ടി എന്ന് പറഞ്ഞ ഒരു മരം ഇവിടെ കൃത്യമായിട്ട് ഇതിന്റെ വർഷം, ഇത് എത്ര പഴക്കമുള്ളതാണ്, ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഓരോ ബോർഡ് എഴുതി ഇവിടെ ഈ ഓരോ മരത്തിലും വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വരുന്നവർക്ക്, പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരു വിവരം കൂടിയാണ്, ഇൻഫർമേഷനും കൂടിയാണ്. കോക്കനട്ട് ട്രീ എന്നതാണ് അതൊരു നാടൻ പേരിന് പുറമെ ഉൾപ്പെടുത്തിയ ഇംഗ്ലീഷ് പേര്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വാർത്തകൾക്കപ്പുറം കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് നൽകുകയാണ് പ്രഭാത കേരളം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്നും തുടരുകയാണ്. സഹിത്ത് ഇത്രയും നേരം നമ്മൾ ഈ പ്രശ്നക്കാരായ ആനകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആന വാർത്തകൾ ഒരു കൗതുകമാണ് എപ്പോഴും പുറത്തു നിൽക്കുന്നവർക്ക് അല്ലെ. നമ്മളിനി അങ്ങനെ ഒരു കൗതുക വാർത്തയിലേക്കാണ് പോകുന്നത്. ഒരു ആനയ്ക്ക് വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ. അപ്പൊ അതെന്തായിരിക്കുമല്ലോ അതിന്റെ വലിപ്പം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആനയ്ക്ക് വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂള് തമിഴ്നാട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. കല്യാണി എന്ന ആനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഈ ആനയ്ക്ക് വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂൾ. നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടുവരാം. ഇതാണ് കല്യാണി.
32 വയസ്സ്. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹമേറ്റുവാങ്ങി രാജകീയമായ ലൈഫാണ്. വേനൽ അടുത്തതോടെ കല്യാണിക്ക് കുളിക്കാൻ 60 ലക്ഷം രൂപ ചെലവിട്ട് ഒരു പൂൾ നിർമ്മിച്ചു നൽകി. കോയമ്പത്തൂർ ജില്ലയിലെ പേരൂർ പട്ടീശ്വര ക്ഷേത്ര പരിസരത്താണ് ഈ കൂറ്റൻ കുളിക്കടവ്. കുളത്തിനു പുറമെ ആനയ്ക്ക് ടാങ്കിലേക്ക് പ്രവേശിക്കാൻ ഒരു റാമ്പുണ്ട്. കല്യാണിക്ക് 300 മീറ്റർ നടക്കാൻ പ്രത്യേക പാതയും. ടാങ്കിന് 1,20,000 ലിറ്റർ വെള്ളം വരെ ഉൾക്കൊള്ളാൻ കഴിയും. പൂൾ ഉദ്ഘാടനത്തിന് മന്ത്രി തന്നെ എത്തി. 20-ലധികം ക്ഷേത്രങ്ങളിൽ ആനകൾക്ക് ഇതുപോലെ കുളിക്കടവ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എന്തായാലും ആ സ്വിമ്മിംഗ് പൂളിന്റെ വാർത്ത കൊള്ളാല്ലേ, കണ്ടിരിക്കാൻ. ആനക്കുളി എപ്പോഴും കൗതുകമുള്ളതാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ് ആനയെ കണ്ടിരിക്കാൻ. അപ്പൊ ആ കുളി മനോഹരമായിട്ടുണ്ട്. എന്തായാലും ആ സ്വിമ്മിംഗ് പൂളും നിർമ്മിച്ചവർക്ക് ഒരു അഭിനന്ദനങ്ങൾ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്ര പരിസരത്താണ് ഇത്തരം ഒരു വ്യത്യസ്തമായ, നേരത്തെ ഈ ഷവർ ബാത്ത് ആനകൾക്ക് വാർത്തകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സ്വിമ്മിംഗ് പൂളുകൾ കൂടി ആനയ്ക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലും ഇത്തരം മാതൃകകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതെ, ആദ്യം ഈ ഇറങ്ങിയ ആനകളെയൊക്കെ ഒന്ന് പിടിച്ച്, കാട്ടാനകൾ ഇറങ്ങുന്ന വലിയ ഭീതിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ഈ വരുന്ന ആനകളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കാൻ പാടുപെടും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് അതിന്റെ പ്രതിസന്ധി അറിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പരിധിവരെ അത് കൗതുകം എന്നൊക്കെ തരത്തിലേക്ക് പോകും. പക്ഷേ ധോനിയിലും ഇടുക്കിയിലും ഒക്കെയുള്ള മേഖലയിൽ ജീവിക്കുന്നവർ അറിയുന്നുണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട്, എത്ര ഭീകരമാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഈ നല്ല വാർത്തകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന ചില വാർത്തകൾ കൂടിയാണ്. നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോയാലോ? നമുക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനം ഈ തുർക്കിയിലെ ഭൂകമ്പവും അതിന്റെ പ്രതിസന്ധികളും മരണസംഖ്യ ഏറുന്നതും ഒക്കെ തന്നെയാവും. എന്തായാലും സരുൺ എ ജോസാണ് രാജ്യാന്തര വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. സരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സൂചിപ്പിച്ച പോലെ തുർക്കിയിലെ സാഹചര്യമാണ് ഒരുപക്ഷെ ലോക വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യം നേടുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? മരണസംഖ്യ ഏറുന്നു എന്ന റിപ്പോർട്ടുകൾ, അതിൻ്റെ കണക്കൊക്കെ എങ്ങനെയാണ്? സജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ തുർക്കിയിലെ ഭൂകമ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കുന്നു. 100 മണിക്കൂറും പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം, കഴിഞ്ഞ ദിവസത്തെ അത്ര പ്രതീക്ഷയോടെയല്ല രക്ഷാപ്രവർത്തകർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ നേരത്തെ ഐക്യരാഷ്ട്ര സംഘടന പ്രവചിച്ച 20,000-വും കടന്ന് 21,000-വും കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇത് തുർക്കിയിൽ മാത്രം 17,000-ലേറെ പേരാണ് മരിച്ചിട്ടുള്ളത്. സിറിയയിലെ മരണസംഖ്യ 3,500-ഉം കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ 5ാമത്തെ ദിവസത്തിലെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അത്ര പ്രതീക്ഷയോടെയല്ല രക്ഷാപ്രവർത്തകർ ഈ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ കണ്ടെടുക്കുന്ന പല മൃതദേഹങ്ങളും അഴുകി തുടങ്ങിയിരിക്കുന്നു. വളരെ ചുരുക്കം പേരെ മാത്രമേ ഇപ്പോൾ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ എന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ 2ാം ദുരന്തം, ഭൂകമ്പമുണ്ടാക്കിയ ദുരന്തത്തിന് പിന്നാലെ മറ്റു 2ാം ദുരന്തമായി അവിടുത്തെ മാലിന്യങ്ങളും ഈ അഴുകിയ ശവശരീരങ്ങളും മറ്റും വഴിവെക്കും. പകർച്ചവ്യാധികളും മറ്റും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിറിയയിൽ ഈ തുർക്കിയിൽ അത്തരം കാര്യക്ഷമമായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നില്ലെന്നാണ് സിറിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കാരണം മിക്ക രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സിറിയയിൽ. ആ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടന വഴിയാണ് സിറിയയിലെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. റഷ്യയും ഇറാനും ഇറാഖും UAE പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് സിറിയയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തുർക്കിയിലേക്ക് സഹായം നൽകിയിരുന്നു. മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തുർക്കിയിൽ എത്തിച്ചിട്ടുണ്ട്. തുർക്കിയിൽ 1 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കൊടും തണുപ്പും ഇടയ്ക്കിടെ എത്തുന്ന മഴയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പോലും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പായയും പുതപ്പുമൊന്നും ഇല്ലാതെയാണ് പലയിടത്തും ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതും വരും ദിവസങ്ങളിൽ സാഹചര്യം ഗുരുതരമാക്കുമെന്ന് തന്നെയാണ് അവിടെയുള്ളവർ പറയുന്നത്. മറ്റൊന്ന്, ഈ തുർക്കി ഭൂചലനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അഫ്ഗാനിസ്ഥാനിൽ പ്രചരിച്ചിരുന്നു. അത് പിന്നീട് ഏറെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്നീട് പുറത്തു വന്നത്. ഇതായിരുന്നു ആ വാർത്ത. ഈ തുർക്കിയിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരെ വിമാനം വഴി തുർക്കിയിലേക്ക് അയക്കുന്നുണ്ടെന്നൊരു വ്യാജ വാർത്ത
അഫ്ഗാനിസ്ഥാനിൽ പ്രചരിച്ചിരുന്നു. ഇത് കേട്ടപാടെ അവിടുത്തെ യുവാക്കളും സ്ത്രീകളും മറ്റും കാബൂൾ വിമാനത്താവളത്തിലേക്ക് ഓടിയെത്തുകയായിരുന്നു. യുവാക്കൾ ഈ ചെരുപ്പ് പോലും ഇടാതെ യുവാക്കൾ ഈ കാബൂൾ വിമാനത്താവളത്തിന് തൊട്ടടുത്തെത്തി മണിക്കൂറുകളോളം കാത്തിരുന്നു. രാത്രിയിലടക്കം കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ കാബൂൾ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഒടുവിൽ താലിബാൻ സേനയ്ക്ക് ഇടപെടേണ്ടി വന്നു. ഇങ്ങനെ തുർക്കിയിലേക്ക് വിമാനം അയക്കുന്നുണ്ട് എന്നുള്ളത് വ്യാജ വാർത്തയാണെന്ന് താലിബാൻ പിന്നീട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ആളുകൾ മടങ്ങിപ്പോവാൻ തയ്യാറായത്. ഈ താലിബാന്റെ ഭരണത്തിന് കീഴിൽ നരകജീവിതം നയിക്കുന്നതിനേക്കാൾ ഭേദം ഭൂകമ്പബാധിത പ്രദേശങ്ങളിലേക്ക് പോകുന്നതാണ് എന്ന് കരുതിയായിരിക്കും ഇത്രയും ആളുകൾ ഈ കാബൂൾ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമായി തുടരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് ഈ സംഭവം. കഴിഞ്ഞ 2021 ഓഗസ്റ്റിൽ ഇതിന് സമാനമായൊരു സാഹചര്യം കാബൂൾ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വിമാനം കയറി അമേരിക്കയുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടേതോ ആയ വിമാനങ്ങളിൽ കയറി എങ്ങനെയെങ്കിലും മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് എത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അഫ്ഗാൻ ജനതയ്ക്ക്. ആ ചിന്തയിൽ നിന്നും ഇപ്പോഴും അഫ്ഗാൻ ജനത മോചിതരായിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് കാബൂളിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്ക്. മറ്റൊന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അമേരിക്കയ്ക്ക് മുകളിൽ പറന്ന ചൈനീസ് ചാര ബലൂൺ അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കടലിൽ നിന്ന് അമേരിക്കൻ സൈനികർ കണ്ടെടുക്കുകയുണ്ടായി. ഈ ചാര ബലൂൺ അല്ല എന്നായിരുന്നു ചൈനയുടെ ആവർത്തിച്ചുള്ള വാദം. എന്നാൽ അത് തെറ്റാണെന്ന് പറയുകയാണ് അമേരിക്ക. ഈ ചൈനീസ് ചാര ബലൂണിൽ നിന്ന് ഈ ചാരപ്രവൃത്തി നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം കണ്ടെടുത്തു. ജിയോ സിസ്റ്റം അടക്കമുള്ള വസ്തുക്കൾ ഈ ബലൂണിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് അമേരിക്കൻ സൈനികർ വ്യക്തമാക്കുന്നത്. ഈ സസൂക്ഷ്മം ഈ ഭൗമോപരിതലത്തിൽ സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ചാര ഉപകരണങ്ങൾ ഈ ബലൂണിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സൈനികർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അതുപോലെ തന്നെ നയതന്ത്ര ബന്ധവും ഈ വരും ദിവസങ്ങളിൽ എത്രത്തോളം ഗുരുതരമാകുമെന്ന് കൂടി ഈ അമേരിക്കയുടെ കണ്ടെത്തൽ നിർണായകമായിരിക്കുകയാണ്. ഇതൊക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. സജിത്, അശ്വിൻ. ശരി സരുൺ, നമുക്ക് എന്തായാലും നമുക്ക് സരുണിന്റെ തന്നെ ന്യൂസ് 18 വേൾഡ് എക്സ്പ്ലെയിനർ കാണാം. എക്സ്പ്ലെയിനറിൽ സരുൺ പറയുന്നത് ചൈനീസ് ചാര ബലൂണും അമേരിക്കൻ ചാര വിമാനവും. നയതന്ത്ര രംഗത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായത് ബലൂണായിരുന്നല്ലോ, ചൈനയുടെ ചാര ബലൂൺ. ദിവസങ്ങൾ നിരീക്ഷിച്ച ശേഷം 60,000 അടി ഉയരത്തിൽ നിന്ന് അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ട കൂറ്റൻ ബലൂൺ. ബലൂണിന്റെ കഥയ്ക്ക് മുമ്പ് 2 പതിറ്റാണ്ട് മുമ്പോട്ട് പോയി നോക്കാം. കൃത്യമായി പറഞ്ഞാൽ 2001 ഏപ്രിൽ 1. അന്ന് അമേരിക്കയിൽ ജോർജ് ബുഷ്, ചൈനയുടെ പ്രസിഡന്റ് ജിയാങ് സെമി. ദക്ഷിണ ചൈന കടലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നത്തേതുപോലെ തന്നെ സജീവമായി പുകയുന്ന കാലം തന്നെയായിരുന്നു അന്നും. ദക്ഷിണ ചൈന കടലിന്റെ സമീപമുള്ള ചൈനയുടെ ഹൈനാൻ പ്രവിശ്യയുടെ ആകാശമാണ് കലുഷിതമാകാൻ പോകുന്നത്. രാവിലെ 9:15 ജപ്പാനിലെ ഒക്കിനാവയിലുള്ള അമേരിക്കൻ വ്യോമതാവളം കണ്ടിനേവയിൽ നിന്നും അമേരിക്കയുടെ EP-3 എന്ന ചാരവിമാനം പറന്നുയർന്നു. 20,000 അടി ഉയരത്തിൽ 330 കിലോമീറ്റർ വേഗത്തിൽ ആ വിമാനം 6 മണിക്കൂർ പറക്കലിലാണ്. നിമിഷങ്ങൾക്കകം ഹൈനാനിലെ ലിങ്ഷു എയർഫീൽഡിൽ നിന്ന് 2 ചൈനീസ് യുദ്ധവിമാനങ്ങളും പറന്നുയർന്നു. ചൈനയുടെ 2 J-8 വിമാനങ്ങളിൽ ഒന്ന് അമേരിക്കൻ വിമാനവുമായി 2 തവണ തൊട്ടില്ലെന്ന പോലെ കടന്നുപോയി. അമേരിക്കൻ വിമാനം മൂന്നാമതൊന്ന് ചുറ്റി വരുമ്പോൾ ചൈനീസ് യുദ്ധവിമാനവുമായി കൂട്ടിയിടിച്ചു. തകർന്നത് ചൈനീസ് വിമാനമായിരുന്നു. J-8 വിമാനം 2ആയി പിളർന്നു. താഴേക്ക് ചാടിയ പൈലറ്റ് പിന്നീട് കൊല്ലപ്പെട്ടു. 24 നാവികരുമായി പറന്ന അമേരിക്കൻ ചാരവിമാനത്തിന് സാരമായ കേടുപാട് പറ്റിയെങ്കിലും അത് തകർന്നില്ല. നിയന്ത്രണം നഷ്ടമായ വിമാനം ആകാശത്ത് കീഴ്മേൽ ചുറ്റിമറിഞ്ഞു. ആദ്യ 30 സെക്കൻഡിൽ 20,000 നിന്ന് 8,000 കിലോമീറ്റർ താഴേക്കും പിന്നെ 6,000 കിലോമീറ്റർ താഴ്ചയിലേക്കും പതിച്ചു. ഇതിനിടയിൽ പൈലറ്റ് ഷെയ്ൻ ഒസ്ബോണിന് വിമാനം നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു. പിന്നെയുള്ള മിനിറ്റുകൾ അമേരിക്കൻ സൈനികരുടെ നെഞ്ചിടിപ്പേറ്റി. ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഹൈനാനിലെ ലിങ്ഷു എയർഫീൽഡിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്താനായിരുന്നു പൈലറ്റിന്റെ തീരുമാനം.
ഇതിനിടയിൽ വിമാനത്തിനുള്ളിലെ രഹസ്യ വിവരങ്ങൾ നശിപ്പിക്കാൻ മറ്റുള്ളവരും. എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ പ്രവർത്തനരഹിതമായിരുന്നു. അമേരിക്കൻ വിമാനം കരുതിയതിലും 10 മിനിറ്റ് മുമ്പേ ചൈനയുടെ മണ്ണിൽ ഇറങ്ങി. നിലത്തിറങ്ങിയ വിമാനത്തിന്റെ ജനലുകളിൽ കൂടി തോക്കിൻ പാത്തികൾ അമേരിക്കൻ സൈനികർ കണ്ടു. എന്നാൽ ചൈനീസ് സൈനികർ അവർക്ക് വെള്ളവും സിഗരറ്റും നൽകി. രാവും പകലും ചോദ്യം ചെയ്യൽ. അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഹൈനാനിലെത്തി തങ്ങളുടെ സൈനികരെ കണ്ടു. 21 പുരുഷന്മാരും 3 സ്ത്രീകളും. ആകെ 10 ദിവസം തടവിൽ. അമേരിക്കയുടെ 2 ക്ഷമാപണ കത്തിൽ തടവിലാക്കിയവരെ ചൈന വിട്ടയച്ചെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അക്കാര്യം അമേരിക്കയും ചൈനയും സ്ഥിരീകരിച്ചിട്ടില്ല. ചാരവിമാനത്തിലെ മുഴുവൻ രേഖകളും നശിപ്പിക്കാൻ അമേരിക്കൻ സൈനികർക്ക് കഴിഞ്ഞതുമില്ല. ഏപ്രിൽ 11-ന് 24 പേരെയും ചൈന മോചിപ്പിച്ചു. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് ചാരവിമാനം വിട്ടു നൽകാൻ ചൈന തയ്യാറായത്. അന്ന് അമേരിക്കയുടെ ചാരവിമാനമാണ് ചൈനയ്ക്ക് മുകളിൽ എത്തിയതെങ്കിൽ ഇപ്പോൾ ചൈനയുടെ ചാരബലൂണാണ് അമേരിക്കയ്ക്ക് മുകളിൽ എത്തിയത്. 3 ബസ്സുകളുടെ വലിപ്പം, റഡാർ, ക്യാമറ സംവിധാനങ്ങൾ, സോളാർ പാനലുകൾ. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സ്വയം നിയന്ത്രിതമായി നീങ്ങുന്ന ബലൂണിൽ ഹീലിയമാണ് നിറച്ചിരിക്കുന്നത്. ഭൗമ സമുദ്ര നിരീക്ഷണത്തിനുള്ള ബലൂൺ ആണിതെന്നും സൈന്യത്തിൻ്റെതല്ലെന്നുമാണ് ചൈനയുടെ പ്രതികരണം. വെടിവെച്ചിട്ട ചാര ബലൂൺ കടലിൽ പതിച്ചു. അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിലെ രഹസ്യ വിവരങ്ങൾ ചോർത്താനാണ് അമേരിക്കൻ പദ്ധതി. ചാര ബലൂൺ സംഭവത്തിന് പിന്നാലെ 40ഓളം രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. ലാറ്റിൻ അമേരിക്കയ്ക്ക് മുകളിൽ ഇപ്പോൾ ബലൂൺ പറക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മുമ്പ് ജപ്പാന് മുകളിലും ഇന്ത്യയിൽ ആൻഡമാന് മുകളിലും ചൈനീസ് ബലൂൺ എത്തിയെന്ന റിപ്പോർട്ടുണ്ട്. അതാണ് വിശദമായ എന്താണ് അമേരിക്ക ചൈന സംഘർഷ സാധ്യത, ഈ ബലൂണും ഒപ്പം തന്നെ ചാരവിമാനവും അതിന്റെ രാഷ്ട്രീയവും അടക്കമാണ് വിശകലനം പങ്കുവച്ചത്. വിശദമായി തന്നെ സരവണത് എക്സ്പ്ലെയിനറിൽ പറഞ്ഞു. അപ്പം ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടത്. അതിന് മുമ്പായി തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളം തുടരുകയാണ്. നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, അവിടെ ഒരു ഗുണ്ടാർ ആക്രമണം വീണ്ടും തിരുവനന്തപുരം നഗരത്തിലുണ്ടായി എന്നതാണ്. ഇന്നലെ രാത്രിയാണ് അട്ടക്കുളങ്ങരയിൽ ഒരു യുവാവിനെ ഗുണ്ടകൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. എന്തായാലും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം രൂക്ഷമാകുന്നു എന്നതാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഡാൻ, എന്താണ് സംഭവം? ഈ യുവാവിന്റെ ആരോഗ്യനില എന്തുണ്ട്? ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? സജിത്ത്, ഇന്ന് പുലർച്ചെ 1:30 അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ വെച്ച് പൂജപ്പുര സ്വദേശിയായ മുഹമ്മദ് അലി എന്ന യുവാവിന് ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ബൈക്കിലെത്തിയ 4 സംഘമാണ് ഇയാളെ വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നാണ് നമുക്ക് ഫോർട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നാണ് പ്രാഥമികമായ വിവരം. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഖ്യപ്രതിയായിട്ടുള്ള മണക്കാട് സ്വദേശി നന്ദുവിന് വേണ്ടി ഫോർട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. പോലീസുകാരെ അടക്കം ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നന്ദു. നന്ദിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായിട്ടാണ് ഇപ്പൊ ഫോർട്ട് പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സജിത്ത്, അതാണ് തലസ്ഥാനത്തെ സാഹചര്യം അല്ലെ? ഗുണ്ടാക്രമണം രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഡാൻ, ഈ സംഭവത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തലസ്ഥാനത്തെ ഗുണ്ട പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഓം പ്രകാശ്, പുത്തമ്പാലം രാജേഷ് തുടങ്ങിയവരെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അന്വേഷണം ഏത് തരത്തിലാണ് പോകുന്നത്? ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണോ ഈ ആക്രമണത്തിന് പിന്നിൽ? ആ തരത്തിൽ എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷെ
ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മണക്കാട് സ്വദേശി നന്ദു തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളയാളാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള മറ്റുള്ളവരുമാണ് ഇയാളുടെ കൂടെ ബൈക്കിൽ ഉണ്ടായിരുന്നവരും എന്ന ഒരു സൂചന മാത്രമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തിരുവനന്തപുരം ജില്ലയുമായി പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ട് പോലീസും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വലിയ വിവാദം. അതിനിടയിലാണ് ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു അക്രമം അട്ടക്കുളങ്ങരയിൽ വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാർ ആക്രമണം എന്നതാണ് സാഹചര്യം. അപ്പം ഈ തലസ്ഥാനത്ത് നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാന കാഴ്ചയിലേക്കാണ്. അതെ അതെ, നമ്മൾ ഈ പ്രേക്ഷകർക്ക് കാഴ്ചകൾ എത്തിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒപ്പം പ്രഭാത സവാരിക്കുമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് എത്തുന്നവർ രാവിലെ തന്നെ മ്യൂസിയത്തിലേക്ക് എത്തുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അതിനുശേഷം ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്, കൊട്ടാരമുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട ശേഷം തിരുവനന്തപുരം നഗരമൊക്കെ ഒന്ന് ചുറ്റി ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയില്ലെങ്കിലും രാവിലെ ഒരുപാട് പേര് മ്യൂസിയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, തൃശ്ശൂരിലേക്കാണ്. യെസ്, തൃശ്ശൂരിലെ ഏറ്റവും മനോഹരമായ ഇടം എന്ന് പറയുമ്പോൾ അത് പുള്ളാണ്. അതായത് മനോഹരമായ കോൾ പാടശേഖരവും നിരവധി പക്ഷികളെ കൊണ്ടും മനോഹര കാഴ്ചകളെ കൊണ്ടും സമ്പന്നമാണ് തൃശ്ശൂരിലെ പുള്ളെന്ന സ്ഥലം. എന്തായാലും പുള്ളിന്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം. കാഴ്ചകളേറെയുള്ള തൃശ്ശൂർ ജില്ലയിൽ പുള്ളെന്ന പ്രദേശം സമ്മാനിക്കുന്നത് മനോഹരമായ അനുഭവം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് പുള്ള്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വിശാലമായ കോൾ നിലങ്ങളാണ് പുള്ളിന്റെ ഹൃദയം. ഹെക്ടറോളമുള്ള പഞ്ചായത്തിന്റെ ഭൂരിഭാഗം വരുന്ന ഈ കോൾ നിലങ്ങളിലാണ് കേരളത്തിലെ നെല്ലുൽപാദനത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത്. കോൾ പാടത്തോട് ചേർന്നുള്ള റോഡിലൂടെ പ്രഭാത കാഴ്ചകൾ കണ്ടു നടക്കാൻ ആളുകളുടെ തിരക്കാണ്. മോർണിംഗ് ഇടയ്ക്ക് നടക്കാൻ വരാറുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊരു നടക്കാൻ വരും. നമ്മളിവിടെ ടീമുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം, പക്ഷെ അവർക്ക് ഇന്ന് ജോലി കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടില്ല. ഒരു മാക്സിമം 2 മണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. നല്ലൊരു ആംബിയൻസ് ആണ്. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാനും പിന്നെ വന്നിരിക്കാനും. ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ടീമുകൾ വരുന്നുണ്ട് ഇവിടെ, പ്രീ വെഡ് എടുക്കാനും പോസ്റ്റ് വെഡ് എടുക്കാനും വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ കണ്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കും. ദേശാടന പക്ഷികളുടെ പറുദീസയാണ് പുള്ള്. എല്ലാ വർഷവും തീർത്ഥാടകരെ പോലെ ഈ പാടങ്ങളിലേക്ക് എത്തുന്ന പക്ഷികളെ കാണാൻ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് പക്ഷി നിരീക്ഷകരെത്തും. 150-ലധികം തരത്തിലുള്ള പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മത്സ്യസമ്പത്തിലെ വൈവിധ്യവും പുള്ളിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നു. നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഈ പ്രദേശം നടി മഞ്ജു വാര്യരുടെ ജന്മസ്ഥലമെന്ന നിലയിലും പ്രശസ്തമാണ്. നല്ല സ്ഥലമാണ് പുള്ള്.
നല്ല രാവിലെ ഒരു നേരത്തെ മോർണിംഗ് നല്ല ഒരു 6 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ മഞ്ഞും അതൊക്കെ ആയിട്ട് നല്ല ലൊക്കേഷനാണ്. കൊട്ടവഞ്ചി സൂപ്പറാണ്. അപ്പോൾ തൃശ്ശൂർ കുറേ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട് ഈ ലൊക്കേഷൻ. ട്രഡീഷണലൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. മനം നിറയ്ക്കുന്ന പ്രകൃതി ഭംഗിയും ജീവി വൈവിധ്യവും തന്നെയാണ് പുള്ളിൻ്റെ ഹൈലൈറ്റ്. രാവിലെ ഒരു ഉഷാർ നടത്തത്തോടെ ഒരു ദിവസം തുടങ്ങാൻ പറ്റിയിടം. പുള്ളിന് ഫുൾ മാർക്ക്. ന്യൂസ് 18 തൃശ്ശൂർ. പുള്ളിലെ മനോഹര കാഴ്ചകൾ പ്രഭാത കേരളത്തെയും മനോഹരമാക്കി അല്ലേ? പ്രേക്ഷകർക്ക് ഒരു സസ്പെൻസ് ഉണ്ട്. ഈ പുള്ളിൽ ഞങ്ങൾ പ്രഭാത കേരളവും ഒരു ദിവസം എത്തും. എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുക. ഒരു ദിവസം പ്രഭാത കേരളത്തിന്റെ അവതരണവും. അതെ, അപ്പൊ അവിടെ നിന്ന് കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലേ? നമ്മളിനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം ചമ്രവട്ടം റെഗുലേറ്ററിന്റെ ചോർച്ച കുറേ കാലങ്ങളായി ഉള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഈ വേനലാവുന്നതോടെ വലിയ പ്രശ്നമാകും അത്. ആ ചോർച്ച അടച്ചില്ലെങ്കിൽ കൃഷി അടക്കം അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇത് എന്നാണ് ഇനി ഈ ചോർച്ച അടയ്ക്കുക എന്ന് ചോദിക്കുകയാണ് അവിടുത്തെ പ്രദേശവാസികൾ. തിരൂർ, പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലെ 8 പഞ്ചായത്തുകളിലെ മുഖ്യ ജലസ്രോതസ് ഭാരതപ്പുഴയാണ്. കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം ആശ്രയം നില തന്നെ. അഴിമുഖത്തേക്ക് ഒഴുകുന്ന പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ ബ്രിഡ്ജ് കെട്ടി വെള്ളം തടഞ്ഞു നിർത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് നിർമ്മിച്ച അന്ന് മുതൽ ഇങ്ങനെ ചോർന്നൊലിക്കുന്നത്. റെഗുലേറ്ററിന്റെ അടിത്തറയ്ക്ക് താഴെ കൂടെയുള്ള ചോർച്ചയാണ് പരിഹരിക്കേണ്ടത്. ഷട്ടറുകൾ മുഴുവൻ താഴ്ത്തിയാലും വെള്ളം അടിത്തട്ടിലൂടെ ചോർന്നുപോയിക്കൊണ്ടേയിരിക്കും. റെഗുലേറ്ററിന്റെ 2 വശത്തും ഇരുമ്പ് ഷീറ്റുകൾ താഴ്ത്തി ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനായിരുന്നു ശ്രമം. ഇതിനായി 20 കോടിയോളം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. അറ്റകുറ്റപ്പണി തുടങ്ങി മാസങ്ങളായിട്ടും ചോർച്ച പക്ഷേ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ വർക്ക് ഒന്നും ആയിട്ടില്ല. കുറച്ച് സ്ഥലം പൈലിംഗ് ഷീറ്റ് അത് കംപ്രസർ വെച്ച് അടിച്ച് താത്തേണ്ട ഷീറ്റുകൾ അവർ JCB കൊണ്ട് അടിച്ചിറക്കാൻ ശ്രമിച്ചത്. അത് നമ്മളതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളായിട്ട് സംസാരിച്ചപ്പോൾ അത് വീണ്ടും വൈബ്രേറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുഴുവൻ ഷീറ്റുകൾ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞിട്ടില്ല. ആ തൽബലം ചോർച്ച അടയ്ക്കാനും സാധിച്ചിട്ടില്ല. ഷട്ടറിന് ഒരിക്കലും ചോർച്ചയില്ല. ഷട്ടറിന് അടിയിലുള്ള ഷീറ്റ് പൈലിംഗ് കൂടെയാണ് ചോർച്ച. അതിൻ്റെ അപ്പുറത്തുള്ള ഏപ്രണ്ണുകളും വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോർച്ച വരാനുള്ള ഒരു പ്രധാന കാരണം. അത് ചളിയിൽ താഴ്ന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഫലം ചെയ്യുള്ളൂ. പ്രശ്നം ചർച്ച ചെയ്യാൻ മന്ത്രിതലത്തിൽ അടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് യോഗം നടത്തുമെന്നായിരുന്നു തവനൂർ MLA KT ജലീൽ പ്രതികരിച്ചത്. ഏപ്രിൽ മാസത്തിനു മുൻപേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും MLA പ്രതീക്ഷ പങ്കുവച്ചു. വേനൽച്ചൂടിൽ നിളവറ്റും മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെങ്കിൽ ഇക്കുറിയും തീരങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമായിരിക്കും. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് മലപ്പുറത്തിന്റെ ആശങ്കയെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയാണ് നമ്മൾ പാലക്കാടേക്ക് വരുമ്പോൾ ഉള്ളത്. അവിടെ നെൽകർഷകരുടെ പ്രതിസന്ധിയാണ്. മുമ്പ് നമ്മൾ പലവട്ടം വാർത്തകൾ പറഞ്ഞതാണ്. നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സംഭരണ വില ലഭ്യമാവുന്നില്ല എന്നതാണ് അവിടുത്തെ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. മുമ്പും വൈകലുകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്ര നീണ്ട നാളത്തെ കാത്തിരിപ്പ് ഇത് ആദ്യമായിട്ടാണെന്നാണ് പാലക്കാട്ടെ കർഷകർ പറയുന്നത്. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ദൈവാനിയമ്മാൾ, പ്രായം 85, പുതുശ്ശേരി കൊളയക്കോട് പാടശേഖര സമിതിയിലെ നെൽകർഷകയാണ്. പ്രായമേറെയായിട്ടും ആരോഗ്യമുള്ളിടത്തോളം നെൽകൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത്തവണ 1-ാം വിളയിൽ കൊയ്തെടുത്ത നെല്ല് പതിവ് പോലെ സപ്ലൈകോയ്ക്ക് തന്നെയാണ് നൽകിയത്. എന്നാൽ ഇതുവരെയും നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. മാസങ്ങളായി കാത്തിരിപ്പിലാണ്. എത്ര പൈസ കിട്ടാണ്ട്? അന്ന് എൻ്റെ പൈസ 22 ആക്കുന്നില്ലേ, അതേ കിട്ടിയുള്ളൂ. ഈ വിസ കൊയ്യാൻ പറ്റാണ്ട് കണ്ടം താളം പറഞ്ഞിട്ട് കൊയ്തില്ല. ഇപ്പൊ നമുക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണോ? എന്താ സ്ഥിതി? അതേ ബുദ്ധിമുട്ടില്ല തന്നെ സാറേ. കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നട്ടിട്ടുണ്ട്, കതിരാകണു. ദൈവാനിയമ്മാൾ മാത്രമല്ല, നിരവധി പേരാണ് സംഭരണ തുക കിട്ടാതെ ദുരിതത്തിൽ കഴിയുന്നത്. ഇതിനിടയിൽ പലരും 2-ാം വിള നെൽകൃഷി ചെയ്തു. വായ്പയെടുത്തും കടം പറഞ്ഞുമാണ് കൃഷി. ഇവരുടെയെല്ലാം നെഞ്ചിലെ പിടച്ചിൽ സർക്കാർ കാണാതെ പോകരുത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.
നമ്മൾ ആലുവയിലേക്കാണ് പോകുന്നത്. ആലുവ എന്ന് പറയുമ്പോൾ തന്നെ ആലുവ മഹാശിവരാത്രിയിലെ ആലുവ മണപ്പുറത്ത് കണ്ട കാഴ്ച പോലും അല്ല, പരിചയം പോലും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതുപോലെ ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ രീതിയിലും ശിവരാത്രിക്കായിട്ട്. അതെ അതെ, അവിടെ പൊടിശല്യമാണ് അവിടുത്തെ വലിയൊരു പ്രതിസന്ധി. കാരണം ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഇത്തവണ ഈ പൊടിശല്യമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. വ്യാപാരമേളയടക്കമുള്ള വലിയ സജ്ജീകരണങ്ങളും ഇത്തവണ ആലുവയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡിന്റെ തുടർച്ചയിൽ കഴിഞ്ഞ വർഷവും മണപ്പുറത്ത് ശിവരാത്രി ആഘോഷങ്ങളുടെ പൊലിമ കുറഞ്ഞതായി ആക്ഷേപമുയർന്നിരുന്നു. ഇത്തവണ അത് പരിഹരിക്കാൻ നഗരസഭ മുന്നിട്ടിറങ്ങി. ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായ വ്യാപാരമേള മുഴുവനായും കരാറെടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഫൺ വേൾഡ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പൊടിശല്യം ഒഴിവാക്കാൻ വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും ഉൾപ്പെടുന്ന 100,000-ലധികം ചതുരശ്രടി സ്ഥലം പരവതാനി വിരിക്കും. വ്യാപാര മേഖലയ്ക്ക് മുകളിലായി വെയിലേൽക്കാതിരിക്കാൻ മേൽക്കൂരയും ഉണ്ടാകും. മികച്ച വിനോദോപാധികളും അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടാകും. കേരളം ഇതുവരെ കാണാത്ത അമ്യൂസ്മെന്റ് ആണ്. എല്ലാം വിദേശ നിർമ്മിതമാണ്, വളരെ സെക്യൂരിറ്റി ഉള്ളതാണ്. ഏകദേശം 28 ഐറ്റംസാണ് ഞങ്ങൾ ഇവിടെ ഇടുന്നത്. അതിൽ 17 ഇമ്പോർട്ട് ചെയ്താണ്. ഒരു മാസമാണ് വ്യാപാരമേള നീണ്ടു നിൽക്കുന്നത്. 116 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് മണപ്പുറത്ത് ഒരുക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശങ്ങളുടെയും കടവുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ന്യൂസ് 18 കൊച്ചി. സജിത്ത്, നമ്മൾ ഇനി ഒരു ഗൗരവമുള്ള കണക്കിലേക്കാണ്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം രജിസ്റ്റർ ചെയ്ത സ്ത്രീ പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്നൊരു കണക്ക് വരുന്നുണ്ട്. വർഷം തോറും കേസുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും നമുക്കറിയാം ഓരോ ദിവസവും പീഡന കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അപ്പോഴും ശരാശരി 5% താഴെ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എന്ന് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു. എന്തായാലും വളരെ പ്രാധാന്യമുള്ള ഒരു കണക്കാണ് ഇന്നലെ സഭയിൽ വന്നത്. എന്തായാലും അതിൻ്റെ ഫോളോ അപ്പ് ഇനി ഉണ്ടാവട്ടെ. അപ്പം നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു കോഴിയെ ലേലം ചെയ്തു. 4 കിലോ ഭാരമുള്ള കോഴിയെ ലേലം ചെയ്തത് 34,000 രൂപയ്ക്കാണ് എന്ന വളരെ കൗതുകകരമായ വാർത്തയാണ്. ഇളനീർ FB കൂട്ടായ്മയാണ് കോഴിയെ പൊന്നും വിലയ്ക്ക് സ്വന്തമാക്കിയത്. 10 രൂപയ്ക്ക് തുടങ്ങിയ ലേലമാണ് 34,000 രൂപയിൽ അവസാനിച്ചത്. കണ്ണൂർ ഇരിട്ടി പെരുമ്പറമ്പ് പുതിയ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ ലേലം സംഘടിപ്പിച്ചത്. എന്തായാലും കോഴിയെ കൊല്ലാനായിരിക്കില്ലല്ലേ 34,000 രൂപ കൊടുത്ത് വാങ്ങിയ ആ 4 കിലോ തൂക്കമുള്ള കോഴി എന്തായാലും. ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളോട് സഹായിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും ഗോപി സെട്ടിനോടും മുപ്പട്ടി രഘുവിനോടും പ്രസാദ് കടൂരിനോടും കരുവാളിയോടെല്ലാം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ലേലം ഉറപ്പിക്കുകയാണ്. ഈ ലേല പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ഒരേ ഒരു വിളിയോടുകൂടി ലേല പരിപാടി അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവര്, ആഘോഷങ്ങളും ഉത്സവങ്ങളെല്ലാം നാടിന്റെ സ്നേഹവും ഐക്യവും ഉറപ്പിക്കാനാണ്. ലേല പരിപാടിയും ആരോഗ്യകരമായ മത്സരങ്ങൾ മാത്രമേ നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പാടുള്ളൂ. 32,000 ടീം മുക്കട്ടെ, വീരപ്പൻ മുക്കട്ടെ. ഇതാ ഈ കോഴിയെ കൊണ്ടുവന്ന പറയുന്നത് 32,000 രൂപ. എല്ലാ ആളുകളോടും ആഘോഷ കമ്മിറ്റിയുടെ സ്നേഹവും. കലാകാരന്മാർ അമരന്മാരാണെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ സജിത്ത്. അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ട്യൂണും ഒക്കെ ഇവിടെ തന്നെ കിടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പല ദിവസങ്ങളിലും ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വാക്കുകൾ, അദ്ദേഹം പല ഗാനങ്ങളിലേക്കും എത്തിയ വഴിയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്, ആ പഴയ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോ എല്ലാവരും എടുത്ത് ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. മലയാളത്തിന്റെ വലിയ നഷ്ടം, വിവരിക്കാനാവാത്ത വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ള വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചത്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ അതെ, ഞങ്ങളുടെ പ്രഭാത കേരളം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായെങ്കിലും വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ന്യൂസ് 18 കേരളത്തിൽ തന്നെ തുടരുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. നമസ്കാരം.